Good morning dear students. How are you all? I hope you are fine. നമുക്കിത് സോഷ്യൽ സയൻസ് പഠിച്ചാലോ? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എന്താണ് പഠിച്ചത്? The land of dense forest പറഞ്ഞ ചാപ്റ്റർ ആണ് പഠിച്ചുകൊണ്ടിരുന്നത് അല്ലേ? ഏത് ചാപ്റ്റർ ആണ് നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത്? The land of dense forest. നമ്മൾ The land of dense forest എന്തൊക്കെ കാര്യങ്ങളാണ് പഠിച്ചത്? വെജിറ്റേഷൻ പഠിച്ചായിരുന്നില്ലേ? പിന്നെന്ത് പഠിച്ചു? The wildlife പഠിച്ചായിരുന്നില്ലേ? പിന്നെന്ത് പഠിച്ച്? The agriculture പഠിച്ചായിരുന്നില്ലേ? ഇന്ന് നമുക്ക് ഇൻഡസ്ട്രി ആൻഡ് ട്രേഡ് പഠിക്കാം. അവിടുത്തെ വ്യവസായവും വ്യാപാരം എങ്ങനെയാണെന്ന് പഠിക്കാം. ഇൻഡസ്ട്രി ഇൻ കോങ്കോ ഇൻക്ലൂഡ് ടെക്സ്റ്റൈൽ മിൽസ്, ഫുഡ് പ്രോസസിംഗ്, വെജിറ്റബിൾ ഓയിൽസ്, സോപ്പ് ഇൻഡസ്ട്രീസ് എക്സെട്ര, സിമന്റ്, സിഗരറ്റ്, കെമിക്കൽ ആൻഡ് മിനറൽ ഓയിൽസ് എക്സെട്ര ആർ സം അതർ ഇമ്പോർട്ടന്റ് ഇൻഡസ്ട്രീസ്. Industry in Congo includes textile mills, food processing, vegetable oil, soap industries, etc. കോങ്കോ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോങ്കോയിലെ പ്രധാനപ്പെട്ട വ്യവസായങ്ങൾ ഉൾപ്പെടുന്നതാണ് ടെക്സ്റ്റൈൽ മില്ല്, ഫുഡ് പ്രോസസിംഗ്, വെജിറ്റബിൾ ഓയിൽ സസ്യ എണ്ണകള്, സോപ്പ് വ്യവസായങ്ങൾ. കോങ്കോയിലെ ഏതൊക്കെ വ്യവസായങ്ങളായിരുന്നു പ്രധാനമായിട്ടും ഉണ്ടായിരുന്നത്? സോപ്പ് വ്യവസായം ഉണ്ടായിരുന്നു, വെജിറ്റബിൾ ഓയിൽ ഉണ്ടായിരുന്നു, ഫുഡ് പ്രോസസിംഗ് ഉണ്ടായിരുന്നു, പിന്നെന്തുണ്ടായിരുന്നു? ടെക്സ്റ്റൈൽ മിൽസ് ഉണ്ടായിരുന്നില്ലേ? ഇത്രയും വ്യവസായങ്ങളായിരുന്നു പ്രധാനമായിട്ടും കോങ്കോയിൽ ഉണ്ടായിരുന്നത്. സിമന്റ്, സിഗരറ്റ്, കെമിക്കൽ, മിനറൽ ഓയിൽസ് എക്സെട്ര ആർ സം അതർ ഇമ്പോർട്ടന്റ് ഇൻഡസ്ട്രീസ്. കോങ്കോയിൽ തന്നെ ഉണ്ടായിരുന്ന മറ്റ് പ്രധാനപ്പെട്ട വ്യവസായങ്ങളായിരുന്നു സിമന്റ്, സിഗരറ്റ്, കെമിക്കൽ, മിനറൽ ഓയിൽസ്. ഇത്രയും വ്യവസായങ്ങളും മറ്റ് പ്രധാനപ്പെട്ട വ്യവസായങ്ങളായിരുന്നു കോങ്കോയിൽ നിലനിന്നിരുന്നത്. എന്താണ് ഇൻഡസ്ട്രി ആൻഡ് ട്രേഡ്? ഇൻഡസ്ട്രി ഇൻ കോങ്കോ ഇൻക്ലൂഡ്സ് ടെക്സ്റ്റൈൽ മിൽസ്, ഫുഡ് പ്രോസസിംഗ്, വെജിറ്റബിൾ ഓയിൽ, സോപ്പ് ഇൻഡസ്ട്രീസ് എക്സെട്ര. സിമന്റ്, സിഗരറ്റ്, കെമിക്കൽ, മിനറൽ ഓയിൽ എക്സെട്ര ആർ സം അതർ ഇമ്പോർട്ടന്റ് ഇൻഡസ്ട്രീസ്. കോങ്കോയിൽ പ്രധാനമായും ഉണ്ടായിരുന്ന വ്യവസായങ്ങളായിരുന്നു ടെക്സ്റ്റൈൽ മിൽസ്, പിന്നെ ഫുഡ് പ്രോസസിംഗ്, വെജിറ്റബിൾ ഓയില്, സോപ്പ് വ്യവസായങ്ങൾ. ഇത്രയുമായിരുന്നു പ്രധാനമായിട്ടും ഉണ്ടായിരുന്നത്. ഇത് കൂടാതെ മറ്റു പ്രധാനപ്പെട്ട വ്യവസായങ്ങളായിരുന്നു സിഗരറ്റ്, സിമന്റ്, കെമിക്കൽ, മിനറൽ ഓയിൽസ്. ഈ വ്യവസായങ്ങളും കോങ്കോയിൽ ഉണ്ടായിരുന്നു. Congo is also rich in mineral resources like gold, diamond, copper, cobalt, uranium and coal. Congo is also rich in mineral resources like gold, diamond, copper, cobalt, uranium and coal. It is the largest producer of cobalt and diamond in the world. Water is the most important resource of Congo. A number of dams have been built across rivers. They produce hydroelectricity or tidal power. Congo is also rich in mineral resources like gold, diamond, copper, cobalt, uranium and coal. It is the largest producer of cobalt and diamond in the world. Water is the most important resources of Congo. A number of dams have been built across rivers. They produce hydroelectricity or tidal power. Congo is also rich in mineral resources like gold, diamond, copper, cobalt, uranium and coal. കൽക്കരി, യുറേനിയം, കൊബാൾട്ട്, കോപ്പർ, ഡയമണ്ട്, സ്വർണം എന്നീ മിനറൽ റിസോഴ്സസ് ഒരുപാട് കോങ്കോയിൽ ഉണ്ടായിരുന്നു. എന്നീ മിനറൽ റിസോഴ്സസുകളാൽ സമ്പന്നമായിരുന്നു കോങ്കോ. കോങ്കോ ഈസ് ഓൾസോ റിച്ച് ഇൻ മിനറൽ റിസോഴ്സസ് ലൈക്ക് ഗോൾഡ്, ഡയമണ്ട്, കോപ്പർ, കൊബാൾട്ട്, യുറേനിയം ആൻഡ് കോൾ. കൽക്കരി, യുറേനിയം, കൊബാൾട്ട്, ഡയമണ്ട്, കോപ്പർ ചെമ്പ്, അതുപോലെ സ്വർണം എന്നീ ധാതു വിഭവങ്ങളാൽ സമ്പന്നമായിരുന്നു കോങ്കോ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ദ ലാർജസ്റ്റ് പ്രൊഡ്യൂസർ ഓഫ് കൊബാൾട്ട് ആൻഡ് ഡയമണ്ട് ഇൻ ദ വേൾഡ്. ലോകത്തിലെ തന്നെ ഏറ്റവും കൂടുതൽ ഡയമണ്ടും അതുപോലെ കൊബാൾട്ടും ഉത്പാദിപ്പിക്കുന്ന രാജ്യമാണ് കോങ്കോ.
വാട്ടർ ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് റിസോഴ്സ് ഓഫ് കോങ്കോ. കോങ്കോയിലെ ഒരു പ്രധാനപ്പെട്ട വിഭവമാണിത് ജലം എന്ന് പറയുന്നത്. A number of dams have been built across rivers. നദികൾക്ക് കുറുകെ ഒരുപാട് ഡാംസ് കോങ്കോയിൽ നിർമ്മിച്ചിട്ടുണ്ട്. They produce hydro electricity or hydro power. അത് ഉപയോഗിച്ച് എന്ത് ചെയ്യുന്നത്? ഹൈഡ്രോ ഇലക്ട്രിസിറ്റി അല്ലെങ്കിൽ ഹൈഡ്രോ പവർ ജലവൈദ്യുതിയൊക്കെ ഉണ്ടാക്കുന്നു. Congo is also rich in mineral resources like gold, diamond, copper, cobalt, uranium and coal. It is the largest producer of cobalt and diamond in the world. What is the most important resources of Congo? A number of dams have been built across rivers. They produce hydroelectricity or hydro power. അപ്പൊ കോങ്കോ എന്ന് പറയുന്ന രാജ്യത്തിനാണ് ഗോൾഡ്, സ്വർണം, ഡയമണ്ട്, അതുകൂടാതെ കോപ്പർ, ചെമ്പ്, കൊബാൾട്ട്, യുറേനിയം, കൽക്കരി തുടങ്ങിയ ധാതു വിഭവങ്ങളാൽ സമ്പന്നമായിരുന്നു കോങ്കോ. It is the largest producer of cobalt and diamond in the world. ലോകത്തിലെ തന്നെ ഏറ്റവും കൂടുതൽ ഡയമണ്ടും അതുപോലെ കൊബാൾട്ടും ഉത്പാദിപ്പിക്കുന്ന രാജ്യമാണ് ഇത് കോങ്കോ എന്ന് പറയുന്നത്. What is the most important resource of Congo? കോങ്കോയിലെ പ്രധാനപ്പെട്ട വിഭവമാണിത് ജലം എന്ന് പറയുന്നത്. ഈ number of dams have been built across rivers. അവിടെ നദികൾക്ക് കുറുകെ ഒരുപാട് ഡാംസ് ഉണ്ടായിരുന്നു. ഈ ഡാംസ് എന്തിനാണ് ഉപയോഗിച്ചത്? ജലവൈദ്യുതി ഉപയോഗിക്കാനാണ് ഈ ഡാമുകളൊക്കെ നിർമ്മിച്ചത്. അപ്പൊ ഈ ഡാമിൽ നിന്നൊക്കെ ഇതുണ്ടാക്കി ജലവൈദ്യുതികൾ ഉണ്ടാക്കി. The life of the people. The life of the people. ഇനി അടുത്ത ജനങ്ങളുടെ ജീവിത രീതി എങ്ങനെയാണെന്ന് നോക്കാം. The life of the people. Congo is a thinly populated country. Most people live in scattered villages. A number of tribes live here. The Bantu is the largest tribe. The Bantus are tall and have curly hair. The Pygmies, the Aborigines of Congo, are a primitive tribe. They live in dense forests. They are skilled hunters. They are short in stature. Their average height is even less than 1.5 meters. They are excellent hunters. They are nomadic by nature and live by hunting, trapping animals and gathering food. They live in houses made from tree branches, twigs and leaves. Congo is a thinly populated country. Most people live in scattered villages. A number of tribes live here. The Bantu is the largest tribe. The Bantu are tall and have curly hair. The Pygmies, the Aborigines of Congo, are a primitive tribe. They live in dense forests. They are skilled hunters. They are short in stature. Their average height is even less than 1.5 meters. They are excellent hunters. They are nomadic by nature and live by hunting, trapping animals and gathering food. They live in houses made from trees, branches, twigs and leaves. Congo is a thinly populated country. കോങ്കോ എന്ന് പറയുന്നത് ജനസാന്ദ്രത വളരെ കുറഞ്ഞ ഒരു രാജ്യമാണ്. മോസ്റ്റ് പീപ്പിൾ ലീവ് ഇൻ സ്കാറ്റേർഡ് വില്ലേജ്. അവിടുത്തെ ജനങ്ങളൊക്കെ ചിതറി കിടക്കുന്ന വില്ലേജുകളിലാണ് താമസിക്കുന്നത്. A number of tribes live here. ഒരുപാട് ട്രൈബ് ഗോത്രവർഗ്ഗങ്ങൾ അവിടെ താമസിക്കുന്നുണ്ട്. The Bantu is the largest tribe. അവരുടെ ഏറ്റവും വലിയ ഒരു ഗോത്രവർഗ്ഗമാണ് എന്തെന്ന് പറയുന്നത് ബാണ്ടു എന്ന് പറയുന്നത്. The Bantus are tall and have curly hair. ബാണ്ടൂസ് ഇങ്ങനെ വളരെ ഉയരമുള്ള ആൾക്കാരാണ് ബാണ്ടൂസ് എന്ന് പറയുന്നത്. അവരുടെ മുടി എങ്ങനെയാണ്? മുടി ചുരുണ്ട മുടിയാണ്. The Pygmies, the Aborigines of Congo, are a primitive tribe. കോങ്കോയിലുള്ള ഒരു പ്രാകൃതമായിട്ടുള്ള ഒരു ട്രൈബാണിത് പിഗ്മീസ് എന്ന് പറയുന്നത്. കോങ്കോയിലെ ആദിവാസികളായിട്ടുള്ള പിഗ്മീസ് എന്ന് പറയുന്നത് ഒരു പ്രാകൃതമായിട്ടുള്ള പ്രിമിറ്റീവ് ആയിട്ടുള്ള ഗോത്രവർഗമാണ്. They live in dense forests. അവര് താമസിക്കുന്നത് എവിടെയാണ്? ഇടതൂർന്ന വനങ്ങളിലാണ് അവര് താമസിക്കുന്നത്. They are skilled hunters. അവര് വേട്ടയാടാനൊക്കെ നല്ല സ്കില്ലുള്ളവരായിരുന്നു. They are short in stature. Their average height is even less than 1.5 meter.
അവിടെ ആവറേജ് ഹൈറ്റ് എന്ന് പറയുന്നത് എത്ര ആയിരിക്കും? 1.5 മീറ്റർ ആണ്. They are excellent hunters. They are nomadic by nature and live by hunting, trapping animals and gathering food. They live in houses made from trees, branches and twigs and leaves. അവരെങ്ങനെയാണ്? അവര് ഭയങ്കര എക്സലന്റ് ആയിട്ടുള്ള വേട്ടക്കാരാണ്, നല്ല വേട്ടക്കാരാണ് അവര്. അവർ സ്വഭാവത്തിൽ എങ്ങനെയാണ്? നാടോടികളാണ്. അവരുടെ സ്വഭാവം എന്ന് വെച്ചാൽ നാടോടികളാണ്. അവര് വേട്ടയാടി അതുപോലെ മൃഗങ്ങളെയൊക്കെ കിഴിയിലാക്കി ഭക്ഷണം ശേഖരിച്ചുമായിരുന്നു അവര് ജീവിച്ചത്. അതുകൂടാതെ മരക്കൊമ്പുകളിലും അതുപോലെ ചില്ലകളിലൊക്കെ ഇലകൾ കൊണ്ട് വീടുകളൊക്കെ അവര് നിർമ്മിച്ചിട്ടാണ് താമസിച്ചത്. Congo is a thinly populated country. Most people live in scattered villages. A number of tribes live here. കോങ്കോ എന്ന് പറയുന്നത് ജനസാന്ദ്രത കുറഞ്ഞ ഒരു രാജ്യമാണ്. അവിടെ ജനങ്ങളൊക്കെ സ്കാറ്റർ ചെയ്ത് കിടക്കുന്നത്, ചിന്തിച്ചിട്ട് കിടക്കുന്ന വില്ലേജുകളിലാണ് താമസിക്കുന്നത്. അവിടെ ഒരുപാട് ട്രൈബ്, ഒരുപാട് ഗോത്രവർഗത്തിൽപ്പെട്ട ആൾക്കാർ താമസിക്കുന്നുണ്ട്. The Bantus is the largest tribe. The Bantus are tall and have curved hair. അതിൽ ഏറ്റവും വലിയൊരു ഗോത്രവർഗമാണ് എന്ന് പറയുന്നത് ബാണ്ടു എന്ന് പറയുന്നത്. അവര് ഭയങ്കര ഉയരമുള്ളതും അതുപോലെ ചുരുണ്ട മുടിയുള്ളവരുമായിരുന്നു ബാണ്ടു എന്ന് പറയുന്ന ഗോത്രവർഗക്കാർ. The Pygmies, the Aborigines of Congo, are a primitive tribes. They live in dense forest. They are skill hunters. They are short in stature. Their average height is even less than 1.5 meters. They are excellent hunters. അപ്പം എന്താണ്? കോങ്കോയിലെ ആദിവാസികളായിട്ടുള്ള പിഗ്മീസ് എന്ന് പറയുന്നത് ഒരു പ്രാകൃത ഗോത്രവർഗമായിരുന്നു. കോങ്കോയിലെ ആദിവാസികളായിട്ടുള്ള പിഗ്മീസ് എന്ന് പറയുന്നത് ഒരു പ്രാകൃത ഗോത്രവർഗമായിരുന്നു. അവരെങ്ങനെയാണ്? അവർ ഇടതൂർന്ന വനങ്ങളിലായിരുന്നു താമസിച്ചത്. ഇത് കൂടാതെ അവർ നല്ലൊരു ഹണ്ടർ ആയിരുന്നില്ലേ, നല്ലൊരു വേട്ടക്കാരൻ കൂടിയായിരുന്നു. അവരുടെ ഉയരം എന്ന് പറയുന്നത് 1.5 മീറ്റർ ആണ് ഉയരം. They are nomadic by nature and live by hunting, trapping animals and gathering food. They live in houses made from trees, branches and twigs and leaves. അവരുടെ സ്വഭാവം എന്ന് വെച്ചാൽ അവരുടെ സ്വഭാവത്തിൽ ഒരു നാടോടികളായിരുന്നു. അവർ മൃഗങ്ങളെയൊക്കെ വേട്ടയാടുകയും അതുപോലെ മൃഗങ്ങളെ കീഴിൽ അകപ്പെടുത്തുകയും ചെയ്തു. ഇത് കൂടാതെ അവർ ഭക്ഷണം ശേഖരിക്കുകയുമാണ് ചെയ്തത്. ഇങ്ങനെയൊക്കെയാണ് അവര് ജീവിച്ചു പോയത്. അവര് സ്വഭാവത്തിൽ എങ്ങനെയാണ്? നാടോടികളായിരുന്നു. ഇത് കൂടാതെ മൃഗങ്ങളെ വേട്ടയാടിയിരുന്നു, മൃഗങ്ങളെ കെണിയിലാക്കുകയും ഭക്ഷണം ശേഖരിച്ചുമായിരുന്നു അവര് ജീവിച്ചിരുന്നത്. അവര് മരക്കൊമ്പുകളും അതുപോലെ മരത്തിന്റെ ചില്ലകളും ഇലകളും കൊണ്ടൊക്കെയാണ് വീടുകൾ നിർമ്മിച്ചത്. The main languages spoken here are Bantu, English and French. People also speak local languages like Swahili, Lingala, Chiluba and Kikonga. The main languages spoken here are Bantu, English and French. People also speak local languages like Swahili, Lingala, Chiluba and Kikonga. The main languages spoken here are Bantu, English and French. അവിടുത്തെ പ്രധാനപ്പെട്ട ഭാഷ എന്തായിരുന്നു? ബാണ്ടുവും ഇംഗ്ലീഷും ഫ്രഞ്ചുമായിരുന്നു. പീപ്പിൾ ഓൾസോ സ്പീക്ക് ലോക്കൽ ലാംഗ്വേജസ് ലൈക്ക് സ്വാഹിലി, ലിംഗാല, ഷിലുബ, കിക്കോങ്ക എക്സെട്ര. കൂടാതെ അവിടുത്തെ ജനങ്ങള് പ്രാദേശിക ഭാഷയായിട്ട് സാഹിലി, ലിംഗാല, ഷിലുബ, കിക്കോങ്ക തുടങ്ങിയ പ്രാദേശിക ഭാഷകളും അവിടുത്തെ ജനങ്ങൾ ഉപയോഗിച്ചിരുന്നു. The main language spoken here are Bantu, English and French. അവിടുത്തെ ജനങ്ങളുടെ പ്രധാനപ്പെട്ട ഭാഷയായിരുന്നു ബാണ്ടു, ഇംഗ്ലീഷ്, ഫ്രഞ്ച്. People also speak local languages like Swahili, Lingala, Chiluba, Kikonga, etc. Kikonga, Chiluba, Lingala, Swahili തുടങ്ങിയ പ്രാദേശിക ഭാഷകളും അവർ ഉപയോഗിച്ചിരുന്നു. ട്രാൻസ്പോർട്ട് ആൻഡ് കമ്മ്യൂണിക്കേഷൻ. അവിടുത്തെ ട്രാൻസ്പോർട്ട് കമ്മ്യൂണിക്കേഷൻ എങ്ങനെയാണെന്ന് നോക്കാം. ട്രാൻസ്പോർട്ട് ആൻഡ് കമ്മ്യൂണിക്കേഷൻ. അവിടുത്തെ ഗതാഗതവും കമ്മ്യൂണിക്കേഷനും ഒക്കെ എങ്ങനെയായിരുന്നു? Transport and communication is not well developed because of the dense forest. The water transport is quite significant. The Congo River is the chief means of transportation. Transport and communication is not well developed because of the dense forest.
അവിടെ ഇടതൂർന്ന മരങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെ അവിടെ ട്രാൻസ്പോർട്ട് കമ്മ്യൂണിക്കേഷൻ ഒന്നും ഭയങ്കരമായിട്ട് ഡെവലപ്പ് ചെയ്തിരുന്നില്ല. ഡെൻസ് ഫോറസ്റ്റിന്റെ സാന്നിധ്യം കൊണ്ട് ഇടതൂർന്ന മരങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെ അവിടെ ട്രാൻസ്പോർട്ട് ആൻഡ് കമ്മ്യൂണിക്കേഷൻ വളരെ നന്നായിട്ട് വികസിച്ചിരുന്നില്ല. ദ വാട്ടർ ട്രാൻസ്പോർട്ട് ഈസ് ക്വൈറ്റ് സിഗ്നിഫിക്കന്റ്. അവിടെ പ്രധാനമായിട്ടും ഉണ്ടായിരുന്നത് എന്താണ്? ജലഗതാഗത മാർഗമായിരുന്നു ഉണ്ടായിരുന്നത്, വാട്ടർ ട്രാൻസ്പോർട്ട് ആയിരുന്നു ഉണ്ടായിരുന്നത്. ദ കോങ്കോ റിവർ ഈസ് ദ ചീഫ് മീൻസ് ഓഫ് ട്രാൻസ്പോർട്ടേഷൻ. അവിടെ കോങ്കോ റിവർ ആയിരുന്നു ജലഗതാഗതത്തിന്റെ ഒരു പ്രധാനപ്പെട്ട മാർഗം. കോങ്കോ റിവർ ആയിരുന്നു ട്രാൻസ്പോർട്ടേഷന്റെ ഒരു പ്രധാനപ്പെട്ട മാർഗമായിട്ട് ഉണ്ടായിരുന്നത്. ട്രാൻസ്പോർട്ടേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ഈസ് നോട്ട് വെൽ ഡെവലപ്ഡ് ബിക്കോസ് ഓഫ് ദി ഡെൻസ് ഫോറസ്റ്റ്. ഡെൻസ് ഫോറസ്റ്റിന്റെ സാന്നിധ്യം കാരണം അവിടെ ട്രാൻസ്പോർട്ട് കമ്മ്യൂണിക്കേഷൻ ഒന്നും വലുതായിട്ട് ഡെവലപ്പ് ചെയ്തിരുന്നില്ല. The water transport is quite significant. The water transport is quite significant. അവിടെ എന്താണ്? ജലഗതാഗതമായിരുന്നു വളരെ പ്രധാനമായിട്ട് ഉണ്ടായിരുന്നത്. The Congo River is the chief means of transportation. ട്രാൻസ്പോർട്ടേഷന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മാർഗമായിരുന്നു കോങ്കോ നദി. Matadi is the chief seaport and Kinshasa, the capital of Democratic Republic of Congo, is an important river port. The Congo Railway operates mostly in the southeastern part of the country. Matadi is the chief seaport and Kinshasa, the capital of Democratic Republic of Congo, is an important river port. The Congo Railways operate mostly in the southeastern part of the country. Matadi is the chief seaport. അവിടെ എന്താണ്? മറ്റാടി ആയിരുന്നു പ്രധാനപ്പെട്ട കടൽ തുറമുഖമായിട്ട് ഉണ്ടായിരുന്നത്. Kinshasa, the capital of Democratic Republic of Congo, is an important river port. ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോങ്കോയുടെ തലസ്ഥാനമായിട്ട് കിൻഷാസ ആയിരുന്നു എന്ന് പറയുന്നത്. പ്രധാനമായിട്ടും ഉണ്ടായിരുന്ന നദീതട തുറമുഖം. The Congo Railway operates mostly in the southeastern part of the country. മിക്കവാറും രാജ്യത്തിന്റെ തെക്കു കിഴക്കൻ ഭാഗത്തായിരുന്നു കോങ്കോയുടെ റെയിൽവേ പ്രവർത്തിച്ചത്. The Congo Railway operates mostly in the southeastern part of the country. രാജ്യത്തിന്റെ സൗത്ത് ഈസ്റ്റേൺ പാർട്ടിലായിരുന്നു കോങ്കോയുടെ റെയിൽവേ മിക്കുള്ളതും പ്രവർത്തിച്ചത്. Matadi is the chief seaport and Kinshasa, the capital of Democratic Republic of Congo, is an important river port. ചീഫ് സീപോർട്ട് എന്ന് പറയുന്നത് മറ്റാടി, അതുപോലെ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോങ്കോയുടെ തലസ്ഥാനമായിട്ട് കിൻഷാസ ആയിരുന്നു പ്രധാനമായിട്ടും ഉണ്ടായിരുന്ന നദീതട തുറമുഖം. The Congo Railway operates mostly in the southeastern part of the country. രാജ്യത്തിന്റെ സൗത്ത് ഈസ്റ്റേൺ പാർട്ടിലായിരുന്നു കോങ്കോയിലെ റെയിൽവേ പ്രവർത്തിച്ചിരുന്നത്. Air transport facility is also available in the country. The air transport connects the Congo with several countries in Africa and Europe. അവിടെ എന്തായിരുന്നു? രാജ്യത്ത് എയർ ട്രാൻസ്പോർട്ട് ഫെസിലിറ്റി ഉണ്ടായിരുന്നു. Air transport facility is also available in the country. രാജ്യത്ത് എയർ ട്രാൻസ്പോർട്ട് ഫെസിലിറ്റി ഉണ്ടായിരുന്നു. The air transport connects Congo with several countries in Africa and Europe. ആഫ്രിക്കയിലെ യൂറോപ്പിലെ ഒരുപാട് രാജ്യങ്ങളെ തമ്മിൽ ഈ എയർ ട്രാൻസ്പോർട്ട് കോങ്കോയെ കണക്ട് ചെയ്തു. എയർ ട്രാൻസ്പോർട്ട് വഴി ആഫ്രിക്കയിലും അതുപോലെ യൂറോപ്യൻ രാജ്യങ്ങളുമായിട്ട് കോങ്കോയെ കണക്ട് ചെയ്തു. കോങ്കോയെ ആഫ്രിക്കയിലും അതുപോലെ യൂറോപ്യൻ രാജ്യങ്ങളുമായിട്ട് കണക്ട് ചെയ്യുന്നത് എന്താണ്? എയർ ട്രാൻസ്പോർട്ട് വഴിയായിരുന്നു. Nowadays, radio, television, as well as satellite communication facilities are used in Congo. A number of daily newspapers are published and distributed in Congo. Nowadays, radio, television, as well as satellite communication facilities are used in Congo. കോങ്കോയിൽ ഇന്ന് എന്താണ്? റേഡിയോ, ടെലിവിഷനിൽ കൂടാതെ സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷൻ ഫെസിലിറ്റീസ് ഒക്കെ തന്നെ എന്ത് ചെയ്യുന്നു? ഉപയോഗിക്കുന്നുണ്ട്. A number of daily newspapers are published and distributed in Congo. കോങ്കോയിൽ ഒരുപാട് ഡെയിലി ന്യൂസ് പേപ്പേഴ്സ് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. Kinshasa is the capital and the largest city of the country. Kinshasa is the capital and the largest city of the country. Kinshasa is the capital and the largest city of the country.
Lumbashi is the main city in the mineral-rich region. Matadi, Bukavu, Kananga are the big cities of Congo. The country is now developing fast. Money earned from export is being utilized to improve the infrastructure in the country. Thus, the standard of living of the people is improving vastly. Kinshasa is the capital and the largest city of the country. രാജ്യത്തെ ഏറ്റവും വലിയ സിറ്റിയും അതുപോലെ രാജ്യത്തെ ക്യാപിറ്റലുമാണ് കിൻഷാസ എന്ന് പറയുന്നത്. ലുംബാഷി ഈസ് ദി മെയിൻ സിറ്റി ഇൻ ദ മിനറൽ റിച്ച് റീജിയൻ. ധാതു സമ്പന്നമായ പ്രദേശമായിരുന്നു ഇത് ലുംബാഷി എന്ന് പറയുന്നത്. മറ്റാടി, ബുക്കാവ, കനാങ്ങ are the big cities of Congo. The country is now developing fast. മറ്റാടി, ബുക്കാവെ, കനാങ്ങ എന്ന് പറയുന്നത് കോങ്കോയിലെ ഏറ്റവും വലിയ നഗരങ്ങളായിരുന്നു. ഈ രാജ്യം എന്ന് പറയുന്നത് ഇപ്പൊ ഡെവലപ്പ് ചെയ്യുന്നത് എങ്ങനെയാണ്? വളരെ വേഗത്തിലാണ് വികസിച്ചുകൊണ്ടിരിക്കുന്നത്. കോങ്കോ രാജ്യം ഇപ്പോൾ വളരെ വേഗത്തിലാണ് വികസിക്കുന്നത്. Money earned from export is being utilized to improve the infrastructure in the country. കയറ്റുമതിയിലൂടെ ലഭിക്കുന്ന പണത്തിലൂടെ എന്താണ് കോങ്കോ രാജ്യത്തെ അടിസ്ഥാന സൗകര്യങ്ങളൊക്കെ തന്നെ വികസിക്കുന്നു. കോങ്കോ രാജ്യം കയറ്റുമതി ചെയ്യുന്നതിലൂടെ, കയറ്റുമതി ചെയ്യുന്ന സാധനങ്ങളിൽ നിന്ന് കിട്ടുന്ന പണത്തിലൂടെ കോങ്കോ രാജ്യത്തെ അടിസ്ഥാന സൗകര്യങ്ങളൊക്കെ തന്നെ വികസിച്ചു വരുന്നു. The standard of living of people is improving vastly. അതുകൊണ്ട് തന്നെ കോങ്കോയിലെ ജനങ്ങളുടെ ജീവിത നിലവാരം എന്ന് പറയുന്നത് ഇപ്പൊ എങ്ങനെയാണ്? വളരെയധികം ഇംപ്രൂവ് ആകുന്നു. വളരെ വൈഡായിട്ട് തന്നെ ഇംപ്രൂവ് ആയിക്കൊണ്ടിരിക്കുന്നു. വളരെ വേഗത്തിൽ എന്താണ് ജീവിത നിലവാരം ഉയർന്നുകൊണ്ടിരിക്കുന്നു കോങ്കോയിലെ ജനങ്ങളുടെ. ഈ ചാപ്റ്ററിലെ എക്സസൈസ് നോക്കിയാലോ? എല്ലാവരും ടെക്സ്റ്റ് ബുക്കിൽ പേജ് നമ്പർ 298 എടുത്തേ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ 3rd ക്വസ്റ്റ്യൻ വരെ ആൻസർ ദി ഫോളോയിങ് ക്വസ്റ്റ്യൻസ് ചെയ്തായിരുന്നില്ലേ? നമുക്ക് 4th ക്വസ്റ്റ്യൻ നോക്കാം. എന്താണ്? ഡിസ്ക്രൈബ് ദ ഫിസിക്കൽ അപ്പിയറൻസ് ഓഫ് ദി പിഗ്മീസ്. പിഗ്മീസിലെ ഫിസിക്കൽ അപ്പിയറൻസ് എന്തൊക്കെയാണ്? The pygmies, the aborigines of Congo, are primitive tribes. They are short in stature. Their height is even less than 1.5 meters. പിഗ്മീസ് എന്ന് പറയുന്നത് കോങ്കോയിലുള്ള ഒരു പ്രാകൃതമായിട്ടുള്ള ട്രൈബ്സ് ആണ്. അവരെന്ന് പറയുന്നത് എന്താണ്? അവരുടെ ഹൈറ്റ് എന്ന് പറയുന്നത് 1.5 കുറവാണ്. 5th ക്വസ്റ്റ്യൻ നോക്കിയേ. വാട്ട് ഈസ് ദ ലൈഫ് സ്റ്റൈൽ ഓഫ് ദി പീപ്പിൾ ഓഫ് കോങ്കോ? കോങ്കോയിലെ ജനങ്ങളുടെ ജീവിത രീതി എങ്ങനെയാണ്? കോങ്കോ ഈസ് thinnly populated. Most of people live in scattered villages. They live in a dense forest and are skilled hunters. They are nomadic by nature and live by hunting, trapping animals and gathering food. എന്താണ് കോങ്കോയിലെ ജനങ്ങൾ എന്ന് പറയുന്നത്? കോങ്കോയിൽ തിന്നി പോകില്ല, ജനസാന്ദ്രത കുറഞ്ഞ ഒരു രാജ്യമാണ് എന്ന് പറയുന്നത്. കോങ്കോ എന്ന് പറയുന്നത് അവിടുത്തെ ജനങ്ങളൊക്കെ ചിന്തിച്ചിതറി കിടക്കുന്ന വില്ലേജുകളിലാണ് താമസിക്കുന്നത്. ഇടതൂർന്ന കാട്ടിലാണ് അവര് താമസിക്കുന്നത്. അത് കൂടാതെ അവര് എന്തിലുണ്ട്? ഇതിലാണ് സ്കിൽ? അവരെ ഹണ്ടിങ്ങിലാണ് അവരുടെ സ്കില്ലുള്ളത്. അവര് എന്താണ് മൃഗങ്ങളെ വേട്ടയാടുകയും അതുപോലെ മൃഗങ്ങളെ കെണിയിലാക്കിയും ഭക്ഷണം ശേഖരിച്ചു വയ്ക്കുകയാണ് അവര് ജീവിക്കുന്നത്. ഇനി നമുക്ക് fill in the blanks നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കേ. The DRC is situated in the dash zone. DRC എവിടെ സ്ഥിതി ചെയ്യുന്നത്? ട്രോപ്പിക്കൽ സോൺ. The river Dash is a large and important river in Africa. ആഫ്രിക്കയിലെ ഇമ്പോർട്ടന്റ് ലാർജുമായിട്ടുള്ള റിവർ ഏതാണ്? കോങ്കോ. എന്താണ്? The river Congo is a large and important river in Africa. Most of the people in Congo speak Dash language. ഏത് ലാംഗ്വേജ് സ്പീക്ക് ചെയ്യുന്നത്? പാണ്ടു. The capital of the Democratic Republic of Congo is Dash. എന്താണ്? ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോങ്കോയുടെ ക്യാപിറ്റൽ എന്താണ്? കിൻഷാസ. 5th ക്വസ്റ്റ്യൻ നോക്കിക്കേ. ഡാഷ് ഈസ് ദ ചീഫ് സീ പോർട്ട് ഇൻ ദ DRC. DRCയിലെ ഏറ്റവും പ്രധാനപ്പെട്ട കടൽ തുറമുഖമാണ് ഏതെന്ന് പറയുന്നത്? മറ്റാടി. ഇനി റൈറ്റ് ട്രൂ ഓർ ഫാൾസ്. നമുക്ക് ട്രൂ ഓർ ഫാൾസ് നോക്കാം. മോസ്റ്റ് പീപ്പിൾ ഇൻ ദ DRC live in cities. ട്രൂ ആണോ ഫാൾസ് ആണോ? ഫാൾസ്. Most inhabitants of the present day DRC are pygmies. ട്രൂ ആണോ ഫാൾസ് ആണോ? ഫാൾസ്. Congo is
the biggest producer of diamond. True ആണോ അതോ false ആണോ? True. കോങ്കോ ആണ് ഏറ്റവും കൂടുതൽ ഡയമണ്ട് ഉൽപ്പാദിപ്പിക്കുന്നത് അല്ലേ? The Savannah is like a desert. True ആണോ false ആണോ? False. Nicana is a famous city of Congo. True ആണോ false ആണോ? False. ഇനി നമുക്ക് മാച്ച് ദി ഫോളോയിങ് നോക്കാം. നോക്കിക്കേ, ഫസ്റ്റ് നോക്കിക്കേ, മറ്റാടി എന്താണ്? സീപോർട്ട്. പിഗ്മീസ് എന്താണ്? ഒറിജിനൽ ഇൻഹാബിറ്റൻസ് ആണ്. തേർഡ് നോക്കിക്കേ, ബാന്തു എന്താണ്? ട്രൈബ്. സവന എന്താണ്? ഗ്രാസ് ലാൻഡ്. ഫിഫ്ത് നോക്കിക്കേ, സഹാലി എന്താണ്? ലാംഗ്വേജ്. ഇനി നമുക്ക് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കേ, when did the DRC get freedom? എന്നാണ് DRC ഫ്രീഡം കിട്ടിയത്? എന്നാണ്? in 1960. 1960 DRCക്ക് ഫ്രീഡം കിട്ടിയത്. The name of the Belgian Congo was changed from Zaire to Democratic Republic of Congo in 1997. The staple food of the DRC is cassava. The largest producer of cobalt in the world is Congo. ഏറ്റവും കൂടുതൽ കൊബാൾട്ട് ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം ഏതാണ് ലോകത്ത്? കോങ്കോ. The main spoken languages of the DRC are ഏതാണ്? all of these. അതായത് DRCയിലെ പ്രധാനമായിട്ടുള്ള മെയിൻ ലാംഗ്വേജ് ഏതൊക്കെയാണ്? ബാണ്ടു, ഇംഗ്ലീഷ്, ഫ്രഞ്ച്. അപ്പം DRCയിലെ പ്രധാനമായിട്ടുള്ള ഭാഷ ഏതൊക്കെയാണ്? ബാണ്ടു, ഇംഗ്ലീഷ്, ഫ്രഞ്ച്. അപ്പം ഈ ചാപ്റ്ററിന്റെ നോട്ട് ടീച്ചർ ഈ വീഡിയോടൊപ്പം ചേർത്തിട്ടുണ്ട്. എല്ലാവരും ആ നോട്ട് എഴുതി എടുത്തിട്ട് ടീച്ചറിന് അയച്ചിട്ടുണ്ട്. കൂടാതെ എല്ലാവരും പഠിച്ച് അത് ടീച്ചർ വോയിസ് വിട്ടേക്കണം. അപ്പൊ നമുക്ക് ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്താലോ? താങ്ക് യു. ടീച്ചർ കഴിഞ്ഞ ദിവസം പഠിപ്പിച്ച ഹിന്ദിയുടെ ചാപ്റ്റർ അപ്പൊ അതിൽ നമുക്ക് കുറച്ച് എക്സസൈസ് ചെയ്യാനുണ്ടല്ലേ. അപ്പൊ നോക്കിയേ, പേജ് നമ്പർ 16, പേജ് നമ്പർ 16. അവിടെ ആദ്യം പറഞ്ഞിരിക്കുന്നത് മീനിങ്സ് ആണ്. ഓക്കെ, അപ്പൊ മീനിങ്സ് നമ്മൾ കഴിഞ്ഞ ക്ലാസ് പഠിച്ചില്ല. അപ്പൊ ടീച്ചർ ഇപ്പൊ ആദ്യം നിങ്ങൾക്ക് മീനിങ്സ് എല്ലാം ഒന്ന് പറഞ്ഞു തരാമേ. അപ്പൊ നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് എടുത്തിട്ട് ടീച്ചർ പറയുന്ന ഓരോ മീനിങ്സും വായിക്കുമ്പോൾ ശ്രദ്ധിച്ചിരിക്കാം. ഫസ്റ്റ് പറഞ്ഞിരിക്കുന്നു നോക്കി, ചൂനന. ചൂനന എന്ന് പറഞ്ഞാൽ ടു സെലക്ട്. സെലക്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ ഏതെങ്കിലും ഒരു കാര്യം എന്ത് ചെയ്യുക? തെരഞ്ഞെടുക്കുക. അതിനെയാണ് ചൂനന എന്ന് പറയുന്നത്. രണ്ടാമത്തത് ടാക് ടിക്കറ്റ്. ടാക് ടിക്കറ്റ് എന്ന് പറഞ്ഞാൽ പോസ്റ്റൽ സ്റ്റാമ്പ്. പോസ്റ്റൽ സ്റ്റാമ്പ് എന്ന് പറഞ്ഞാൽ അറിഞ്ഞൂടെ? നമ്മൾ ലെറ്ററിലൊക്കെ 5 രൂപയുടെയും 10 രൂപയുടെയും 50 രൂപയുടെയും ഒക്കെ സ്റ്റാമ്പ് ഒട്ടിക്കാറുണ്ട് അല്ലേ? അപ്പൊ ആ സ്റ്റാമ്പിനെയാണ് നമ്മൾ ടാക് ടിക്കറ്റ് എന്ന് പറയുന്നത്. മൂന്നാമത് ഛാപ്ന, അതായത് ടു പ്രിന്റ്. നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം പ്രിന്റ് ചെയ്തെടുക്കുക. then fourth one പാലന കർണ, ടു ഒബേ. ഒബേ എന്ന് പറഞ്ഞാൽ എന്താണ്? അനുസരിക്കുക. നമ്മളൊരു കാര്യം പറയുമ്പോൾ അത് അതുപോലെ അനുസരിക്കുക. അതാണ് ടു ഒബേ. പാൽ കർണ. പിന്നെ അഹിംസ. അഹിംസ എന്ന് പറഞ്ഞാൽ നോൺ വയലൻസ്, അതായത് ആരെയും കൊല്ലുകയും അവരെ ഉപദ്രവിക്കുകയോ ഒന്നും ചെയ്യാതിരിക്കുക. അതാണ് നോൺ വയലൻസ്. പിന്നെ പറയുന്നത് ശാന്തി. ശാന്തി എന്ന് പറഞ്ഞാൽ പീസ്. പീസ് എന്ന് പറഞ്ഞാൽ സമാധാനം അല്ലേ? പീസ്, സമാധാനം. പിന്നെ പറഞ്ഞിരിക്കുന്നത് ചൗബീസ്. ചൗബീസ് എന്ന് പറഞ്ഞാൽ 24, 24, 24. പിന്നെ പറയുന്നത് ഉന്നതി. ഉന്നതി എന്ന് പറഞ്ഞാൽ എന്താണ്? ഡെവലപ്മെന്റ് അല്ലെ? പുരോഗമനം, ഉയർച്ച. അതാണ് ഉന്നതി, ഡെവലപ്മെന്റ്. പിന്നെ പറയുന്നത് ന്യായ. ന്യായം എന്ന് പറഞ്ഞാൽ ജസ്റ്റിസ്, അതായത് ന്യായമായിട്ടുള്ള കാര്യം, ശരിയായിട്ടുള്ള കാര്യം. അതായത് ജസ്റ്റിസ് അല്ലെ? ശരിയായിട്ടുള്ള തീരുമാനം, ശരിയായിട്ടുള്ള കാര്യം. പിന്നെ ഘോഡ എന്ന് പറഞ്ഞാൽ ഹോസ്, കുതിര അല്ലെ? കുതിര. പിന്നെന്ത് പറഞ്ഞാൽ സ്തംഭം എന്ന് പറഞ്ഞാൽ എന്താണ്? പില്ലർ. പില്ലർ എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞില്ലേ ഒരുപാട് സ്തംഭങ്ങൾ അല്ലെ? ഒരുപാട് ശിലയിലൊക്കെ നിർമ്മിച്ച ഒരുപാട് സ്തൂപങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. അതാണ് സ്തംഭം, പില്ലർ.
പിന്നെ പറയുന്നത് സിംഹ, ലയൺ അല്ലെ, സിംഹം. പിന്നെ ബൈൽ എന്ന് പറഞ്ഞാൽ ഓക്സ്, കാള. പിന്നെ ജാൻവർ, ജാൻവർ എന്ന് പറഞ്ഞാൽ അനിമൽ അല്ലെ, മൃഗങ്ങൾ. ജാൻവർ എന്ന് പറഞ്ഞാൽ മൃഗങ്ങൾ, അനിമൽ. രാഷ്ട്രീയ ഝണ്ഡ എന്ന് പറഞ്ഞാൽ നാഷണൽ ഫ്ലാഗ് അല്ലെ, നമ്മുടെ ദേശീയ പതാക. പിന്നെ സ്വസ്ഥ എന്ന് പറഞ്ഞാൽ ഹെൽത്ത് അല്ലെ, നല്ല ആരോഗ്യപരമായിട്ടുള്ള ഹെൽത്ത്, ആരോഗ്യപരമായിട്ടുള്ള. പിന്നെ ചക്ര എന്ന് പറഞ്ഞാൽ വീൽ അല്ലെ, ടയർ, വീല്. പിന്നെ ശാസക് എന്ന് പറഞ്ഞാൽ റൂളർ, റൂളർ എന്ന് പറഞ്ഞാൽ ഭരണാധികാരി അല്ലെങ്കിൽ രാജാവ് എന്നൊക്കെ പറയല്ലേ, റൂളർ, ഭരണാധികാരി. പിന്നെ കിസാൻ എന്ന് പറഞ്ഞാൽ ഫാമർ അല്ലെ, കൃഷിക്കാരൻ, ഫാമർ. പിന്നെ മതലബ് എന്ന് പറഞ്ഞാൽ മീൻസ്, മീൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്, എന്നെ അല്ലെങ്കിൽ അർത്ഥമാക്കുന്നത്, അങ്ങനെയുള്ള അർത്ഥം അല്ലെ. മീനിങ് എന്ന് പറഞ്ഞാൽ എന്താണ്, അർത്ഥമല്ല, മീൻസ് അർത്ഥമാക്കുന്നത്, അങ്ങനെ. ഒന്നുകൂടെ വായിക്കാം. ഫസ്റ്റ് ചൂനന ടു സെലക്ട്, ടാക് ടിക്കറ്റ് പോസ്റ്റൽ സ്റ്റാമ്പ്, ചാപ്ന ടു പ്രിന്റ്, പാലൻ കർണ ടു ഒബേ, അഹിംസ നോൺ വയലൻസ്, ശാന്തി പീസ്, ചൗബീസ് 24, ഉന്നതി ഡെവലപ്മെന്റ്, ന്യായ് ജസ്റ്റിസ്, ഘോഡ ഹോഴ്സ്, സം പില്ലർ, സിം ലയൺ, ബൈൽ ഓക്സ്, ജാൻവർ അനിമൽ, രാഷ്ട്രീയ ഝണ്ഡ നാഷണൽ ഫ്ലാഗ്, സ്വസ്ഥ് ഹെൽത്ത്, ചക്ര വീൽ, ശാസക് റൂളർ, കിസാൻ ഫാമർ, മതലബ് മീൻസ്. ഓക്കെ, the next one, അത് നിങ്ങൾ ഹോംവർക്ക് ആയിട്ട് തന്നെ ചെയ്യണം. നമ്മൾ കഴിഞ്ഞ ചാപ്റ്റേഴ്സിലൊക്കെ ഇതുപോലുള്ള കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്തു, ഹോംവർക്ക് ആയിട്ട് ചെയ്യുക. അപ്പൊ അതുപോലെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, ഫസ്റ്റ് ടീച്ചർ ഈ പഠിപ്പിച്ചിട്ടുള്ള മീനിങ്സ് ഒക്കെ നിങ്ങളുടെ നോട്ട്ബുക്കിനകത്തോട്ട് എടുത്ത് കോപ്പി റൈറ്റിംഗ് ബുക്കിനകത്തോട്ട് എഴുതി പഠിക്കുക. എന്നിട്ട് നന്നായിട്ട് പഠിച്ച് എല്ലാത്തിന്റെയും മീനിങ് നന്നായിട്ട് എന്ത് ചെയ്യുക, മനസ്സിലാക്കിയതിന് ശേഷം എന്ത് ചെയ്യുക, നിങ്ങൾ സ്വന്തമായിട്ട് അതിന് താഴെ നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ അത് എന്ത് ചെയ്യുക, ഒരു 12 ഹിന്ദി വേർഡ്സ് ആണ് തന്നിട്ടുള്ളത്. അതിന്റെ ഇംഗ്ലീഷിലുള്ള മീനിങ്സ് നിങ്ങൾ സ്വന്തമായിട്ട് എന്ത് ചെയ്യുക, നോക്കി എഴുതാൻ പാടില്ല, സ്വന്തമായിട്ട് പെൻസിൽ കൊണ്ട് ടെക്സ്റ്റ് ബുക്കിൽ ഫില്ല് ചെയ്യുക. ഓക്കെ, അപ്പൊ ഫസ്റ്റ് എന്ത് ചെയ്യുക, നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് ആ പറഞ്ഞ ടീച്ചർ പേപ്പർ ക്ലാസ് പഠിപ്പിച്ചു തന്ന ആ വേർഡ്സ്, ഹിന്ദി വേർഡ്സ്, ഇംഗ്ലീഷ് മീനിങ്സ് നന്നായിട്ട് ബൈ ഹാർട്ട് ചെയ്യുക. അതിനുശേഷം പിന്നെ എന്ത് ചെയ്യുക, സ്വന്തമായിട്ട് ആ ഹോംവർക്ക് നിങ്ങൾ എന്ത് ചെയ്യുക, ടെക്സ്റ്റ് ബുക്കിൽ ചെയ്യുക. ഓക്കെ ओके, द नेक्स्ट वन, निम्नलिखित प्रश्नों के उत्तर दीजिए, आंसर द फॉलोइंग क्वेश्चंस. അല്ലേ, തന്നിട്ടുള്ളത് ഒരു 4 ക്വസ്റ്റ്യൻസ് ഉണ്ട്. ആ 4 ക്വസ്റ്റ്യൻസിന്റെയും ആൻസേഴ്സ് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്, അതായത് നമ്മുടെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ്. അപ്പൊ അത് നിങ്ങൾക്ക് ടീച്ചർ ഇവിടെ ഓരോന്നിന്റെയും ക്വസ്റ്റ്യന്റെ അർത്ഥം പറഞ്ഞു തരും, ആൻസർ ഇവിടെ കാണിക്കും. നിങ്ങൾ അത് നോക്കി തെറ്റിക്കാതെ ടെക്സ്റ്റ് ബുക്കിൽ ഫില്ല് ചെയ്യുക. ദെൻ നെക്സ്റ്റ് നിങ്ങളുടെ നോട്ട്ബുക്കിനകത്തോട്ട് അത് സെയിം കോപ്പി ചെയ്ത് എഴുതി വെക്കുക. എന്നിട്ട് അത് എഴുതി പഠിക്കുന്നത് എപ്പോഴും ആവർത്തിക്കേണ്ട കാര്യമില്ല. നിങ്ങൾ കോപ്പറൈറ്റ് ബുക്കിനകത്തോട്ട് ഇതെല്ലാം കമ്പൽസറി എഴുതി തന്നെ പഠിക്കണം, കേട്ടോ. देन नोकिए फर्स्ट क्वेश्चन, 2000 वर्ष पहले हमारे देश में कौन शासन करता था? 2000 വർഷങ്ങൾക്ക് മുമ്പ് ആരാണ് നമ്മുടെ രാജ്യം ഭരിച്ചിരുന്നത്? ആരായിരുന്നു? നമ്മളൊരു രാജാവിന്റെ പേര് പറഞ്ഞു, അശോക ചക്രവർത്തി അല്ലേ, ഓർമ്മയില്ലേ? അപ്പോ क्वेश्चन എന്താണ്? 2000 वर्ष पहले हमारे देश में कौन शासन करता था? 2000 വർഷങ്ങൾക്ക് മുൻപ് ആരാണ് നമ്മളുടെ രാജ്യം ഭരിച്ചിരുന്നത്? ആരാണ്? ആൻസർ ഇവിടെ കാണിക്കുന്നുണ്ടോ ടീച്ചർ? നോക്കിയേ. അപ്പൊ ആൻസർ ടീച്ചർ വായിക്കുകയാണ് കേട്ടോ. 2000 वर्ष पहले हमारे देश में अशोक शासन करते थे. 2000 വർഷങ്ങൾക്ക് മുന്നേ അശോക ചക്രവർത്തിയാണ് നമ്മളുടെ രാജ്യം ഭരിച്ചിരുന്നത്. അപ്പോൾ 2000 വർഷങ്ങൾക്ക് മുമ്പ് നമ്മളുടെ രാജ്യം ഭരിച്ചിരുന്ന ചക്രവർത്തിയാണ് അശോക ചക്രവർത്തി. 2000 वर्ष पहले हमारे देश में अशोक शासन करते थे. എഴുതിയോ? എഴുതിയെടുത്തോ? ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് 2000 वर्ष पहले हमारे देश में कौन शासन करता था? आंसर 2000 वर्ष पहले हमारे देश में अशोक शासन करते थे. The next question, राष्ट्र चिन्ह कहाँ कहाँ छापे जाते थे?
ദേശീയ ചിഹ്നങ്ങൾ എവിടെയൊക്കെയാണ് അച്ചടിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ എവിടെയൊക്കെയാണ് ദേശീയ ചിഹ്നം കാണാനായിട്ട് പറ്റുന്നത്? എവിടെയൊക്കെയാണ്? ആൻസർ തന്നെ ഇവിടെ കാണിക്കുന്നുണ്ട്, നോക്കൂ. राष्ट्रीय चिन्ह देश पर में स्थान पर पत्थर व लोहे के स्तूप में छापे जाते हैं. അല്ലേ, അതായത് ദേശീയ ചിഹ്നങ്ങൾ രാജ്യത്തിലുടനീളം എവിടെയൊക്കെയാണ്? ഇരുമ്പിലും കല്ലിലും അങ്ങനെ പല സ്ഥലങ്ങളിൽ എന്ത് ചെയ്തിട്ടുണ്ട്? അച്ചടിച്ച് വെച്ചിട്ടുണ്ട്. അല്ലേ, നമുക്കറിയാം നമ്മൾ പല സ്തൂപങ്ങളും എന്താണ് കാണുന്നുണ്ടെന്ന് പറഞ്ഞല്ലേ, ഒരുപാട് സ്ഥലങ്ങളിൽ നമ്മുടെ ദേശീയ ചിഹ്നം നമുക്ക് കാണാനായിട്ട് സാധിക്കുമെന്നും പറഞ്ഞു. അല്ലേ, സ്റ്റാമ്പുകളിൽ കാണാൻ പറ്റും, പിന്നെ എന്തെങ്കിലും ഗവൺമെന്റ് ഡോക്യുമെന്റ്സ് അല്ലെങ്കിൽ സർക്കാരുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും ഡോക്യുമെന്റ്സ് പേപ്പേഴ്സിലൊക്കെ കാണാൻ പറ്റും നമ്മൾ പഠിച്ചു. അങ്ങനെ ഒരുപാട് സ്ഥലങ്ങളിൽ അല്ലെ കല്ലുകളിലും ഇരുമ്പിലും ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്? നമ്മൾ ഇതിനെ ഇങ്ങനെ കൊത്തി എന്താണ് ആ സ്തൂപം നിർമ്മിച്ചിട്ടുണ്ട്. അപ്പൊ ആൻസർ എന്നോട് നോക്കൂ. രാഷ്ട്ര ചിഹ്ന ദേശ് पर में स्थान पर पत्थर व लोहे के स्तूप में छापे जाते हैं. എഴുതിയെടുത്തോ? മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, സമ്രാട്ട് അശോക് ने किसका प्रचार किया? അല്ലെ, അശോക ചക്രവർത്തി എന്തായിരുന്നു പ്രസംഗിച്ചത്? അല്ലെങ്കിൽ അശോക ചക്രവർത്തി എന്ത് രീതിയിലാണ് ഏത് രീതിയിലാണ് നമ്മുടെ രാജ്യം ഭരിച്ചിരുന്നത് എന്നുള്ള ചോദ്യങ്ങൾക്കെല്ലാം ആൻസർ ഇത് തന്നെയാണ്. ആൻസർ നോക്കൂ. സമ്രാട്ട് അശോക് ने अहिंसा तथा शांति का प्रचार किया. അല്ലെ, അശോക ചക്രവർത്തി അഹിംസയുടെ രീതിയിലും സമാധാനപരവുമായിട്ടായിരുന്നു നമ്മളുടെ രാജ്യം ഭരിച്ചിരുന്നത്. അതായത് കൊല്ലും കൊലയും അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. എല്ലാം വളരെ സമാധാനത്തോടു കൂടി അഹിംസ അല്ലെ, കൊല്ലും കൊലയൊന്നും ഇല്ലാതെ വളരെ സമാധാനത്തോടു കൂടിയായിരുന്നു നമ്മളുടെ രാജ്യം അശോക ചക്രവർത്തി ഭരിച്ചിരുന്നത്. അപ്പൊ ഒന്നുകൂടെ പറയാം. സമ്രാട്ട് അശോക് ने किसका प्रचार किया. എങ്ങനെയായിരുന്നു അശോക ചക്രവർത്തി നമ്മളുടെ രാജ്യം ഭരിച്ചിരുന്നത്? എങ്ങനെയാണ്? സമ്രാട്ട് അശോക് ने अहिंसा तथा शांति का प्रचार किया. അല്ലെ, അഹിംസ രീതിയിലൂടെയും സമാധാനത്തിന്റെ വഴിയിലൂടെയായിരുന്നു അശോക ചക്രവർത്തി നമ്മളുടെ രാജ്യം ഭരിച്ചിരുന്നത്. The last fourth question, ധർമ്മചക്ര में कितनी तिलियां होती है? ധർമ്മചക്രത്തിന് എത്ര വക്താക്കൾ ഉണ്ടെന്നായിരുന്നു പറഞ്ഞത്? എത്ര ഉണ്ടായിരുന്നു? 24 അല്ലെ, 24 അല്ലെ. അപ്പൊ ആൻസർ നോക്കൂ. ധർമ്മചക്ര में 24 तिलियां होती है. ധർമ്മചക്രത്തിന് 24 വക്താക്കളാണ് ഉണ്ടായിരുന്നത്. 24 എന്നുള്ളത് നമ്മൾ ഹിന്ദിയിൽ 24 എന്നാണ് പറയുന്നത്. 24 എന്ന് പറഞ്ഞാൽ 24. ഓക്കെ, 24. ധർമ്മചക്രത്തിന് 24 വക്താക്കളാണ് ഉള്ളത്. ആൻസർ ധർമ്മചക്ര में 24 तिलियां होती है. 24 വക്താക്കളാണ് ധർമ്മചക്രത്തിന് ഉണ്ടായിരുന്നത്. എഴുതിയെടുത്തോ? 4 ക്വസ്റ്റ്യൻസ് ആയിരുന്നു. 4 എഴുതിയെടുത്തിട്ടുണ്ടല്ലോ. ഫസ്റ്റ് ഒന്നുകൂടെ പറയാം, ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാം. നിങ്ങൾ ചെയ്തിട്ടുള്ളത് കറക്റ്റ് ആയിട്ടാണോ എഴുതിയിരിക്കുന്നത് നോക്കിയേ. फर्स्ट 2000 वर्ष पहले हमारे देश में कौन शासन करता था? आंसर 2000 वर्ष पहले हमारे देश में अशोक शासन करते थे. सेकंड क्वेश्चन, राष्ट्र चिन्ह कहाँ कहाँ छापे जाते? राष्ट्र चिन्ह देश पर में स्थान पर पत्थर व लोहे के स्तूप में छापे जाते हैं. थर्ड क्वेश्चन, सम्राट अशोक ने किसका प्रचार किया? आंसर सम्राट अशोक ने अहिंसा तथा शांति का प्रचार किया. देन फोर्थ क्वेश्चन, धर्मचक्र में कितनी तिलियां होती है? आंसर धर्मचक्र में 24 तिलियां होती है. ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഫില്ലപ്പ് ആണല്ലേ. ഖാലി ജഗത് ഫരി, ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ്. അവിടെ 5 ക്വസ്റ്റ്യൻ ആണ് നിങ്ങൾക്ക് ഫിൽ ചെയ്യാനായിട്ട് തന്നിട്ടുള്ളത്. ക്വസ്റ്റ്യൻ ശരിക്കും വായിച്ചു നോക്കിയിട്ട് ആൻസർ അവിടെ ഫിൽ ചെയ്യും. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ. हर एक देश के लिए अपना अपना दाश होता है. നമ്മളുടെ ഓരോ രാജ്യത്തിനും അതിൻ്റെതായ എന്തുണ്ടെന്ന് നമ്മൾ പഠിച്ചു? ഓരോ രാഷ്ട്രീയ ചിഹ്നമുണ്ടെന്ന് നമ്മൾ പഠിച്ചു അല്ലേ. അപ്പൊ എന്താണ് നമ്മുടെ ആൻസർ? ചിഹ്നം. हर एक देश के लिए अपना अपना चिन्ह होता है. നമ്മുടെ പിള്ളേക്ക് सेकंड क्वेश्चन, 2000 वर्ष पहले सम्राट दास शासन करते थे. അല്ലെ, 2000 വർഷങ്ങൾക്ക് മുന്നേ നമ്മളുടെ ഇന്ത്യ ഭരിച്ചിരുന്ന രാജാവിന്റെ അല്ലെ ഭരണാധികാരിയുടെ പേര് എന്തായിരുന്നു?
ആൻസർ അശോക ശാസൻ, അശോക ചക്രവർത്തി. ഇവിടെ കാണിക്കുന്നുണ്ട് അശോക ശാസൻ. തെറ്റിക്കാൻ നോക്കി എഴുതണേ. Then next third question. Dash ജംഗൽ കാ രാജ कहलाता है. നമ്മളുടെ വനം അല്ലെ, ജംഗൽ എന്ന് പറഞ്ഞാൽ എന്താണ്? കാട് അല്ലെ. കാട്ടിലെ രാജാവ് എന്നറിയപ്പെടുന്ന മൃഗം ഏതായിരുന്നു? കാട്ടിലെ രാജാവ് എന്നറിയപ്പെടുന്ന മൃഗം ഏതായിരുന്നു? ഏത് അനിമൽ ആയിരുന്നു? ലയൺ അല്ലെ, സിംഹ. സിംഹ എഴുതിയോ? Then fourth question. बैल और dash देश की संपत्ति मान सकते हैं അല്ലെ. ബൈൽ, ബൈൽ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ പഠിച്ചു ഓക്സ് അല്ലെ, കാള അല്ലെ. അപ്പൊ ഈ കാളയും പിന്നെ ഏതോ ഒരു അനിമലിന്റെ പേര് നമ്മൾ പഠിച്ചു. അതുമാണ് നമ്മളുടെ കർഷകരെ ഒരുപാട് സഹായിക്കുകയും കൃഷിക്ക് ഒരുപാട് സഹായിക്കുകയും നമ്മൾക്ക് ഒരുപാട് സമ്പത്തൊക്കെ ഉണ്ടാക്കി തരാൻ സഹായിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു അനിമലിന്റെ പേര് നമ്മൾ പറഞ്ഞു. എന്തായിരുന്നു? എന്താണ്? ആൻസർ ഗായ് അല്ലെ. ഗായ് എന്ന് പറഞ്ഞാൽ എന്താണ്? കൗ അല്ലെ, പശു. Then last fifth question. Dash और बंदिया सवारी माना जाता है അല്ലെ. എന്താണ്? കുതിര എന്ന് പറയുന്നത് എന്താണ്? വളരെ വേഗത്തിൽ ഓടുന്ന ഒരു മൃഗമാണ്. വളരെ ഫാസ്റ്റ് ആയിട്ട് മൂവ് ചെയ്യുന്നതാണ് നമ്മൾ പഠിച്ചു അല്ലെ. വളരെ വേഗത്തിൽ ഓടുന്നതാണ് അല്ലെ. അല്ലെ. അപ്പൊ ആൻസർ എന്താണ് ഇവിടെ? തേജ്. തേജ് എഴുതിയോ? ആൻസർ ഒക്കെ എഴുതിയോ? ഓക്കെ. then അടുത്തത് write the opposite words of the following. തന്നിട്ടുള്ള വേർഡ്സിന്റെ ഓപ്പോസിറ്റ് വേർഡ്സ്, വിപരീത പദങ്ങൾ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. നോക്കി, 5 വേർഡ്സേ ഉള്ളൂ, എളുപ്പമാണ് കേട്ടോ. അപ്പോ ഫസ്റ്റ് പറയാം ശാന്തി. ശാന്തി എന്ന് പറഞ്ഞാൽ വളരെ പീസ്ഫുൾ അല്ലെ, സമാധാനപരമായിട്ടുള്ള ശാന്തി. അപ്പോ ആ ശാന്തി എന്നുള്ള വേർഡിന്റെ ഓപ്പോസിറ്റ് എന്തായിരിക്കും? അശാന്തി, ഒട്ടും സമാധാനം ഇല്ലാത്തത് അല്ലെ. അപ്പൊ ആൻസർ എന്താണ്? ശാന്തി എന്നുള്ളതിന്റെ ഓപ്പോസിറ്റ് എന്തായിരിക്കും അറിയാമോ? ഇത് കാണിക്കുന്നുണ്ട് ഇവിടെ. ആൻസർ അശാന്തി. അശാന്തി. ശാന്തി എന്നുള്ളതിന്റെ ഓപ്പോസിറ്റ് വേർഡ്സ് ആണ് അശാന്തി. Then second question. ഹിംസ. ഹിംസ എന്ന് പറഞ്ഞാൽ എന്താണ്? കൊലയൊക്കെ ചെയ്ത് മറ്റുള്ളവരെ ഉപദ്രവിച്ച് ഉള്ളതാണ് ഹിംസ. അപ്പൊ ആ ഹിംസ എന്നുള്ള വേർഡിന്റെ ഓപ്പോസിറ്റ് ആയിരിക്കും അഹിംസ അല്ലെ. ആരെയും ഉപദ്രവിക്കാതെ അവരെ ഒന്നും എന്താണ് കൊല്ലുകയോ ഒന്നും ചെയ്യാതെ സമാധാനപരമായിട്ടുള്ള കാര്യങ്ങൾ. അപ്പൊ ഹിംസ എന്നുള്ള വേർഡ്സിന്റെ ഹിന്ദി വേർഡിന്റെ എന്താണ് ഉൾട്ടി വാല ശബ്ദം അല്ലെ. ഓപ്പോസിറ്റ് വേർഡാണ് എന്ത്? അഹിംസ. അഹിംസ. തേർഡ് ക്വസ്റ്റ്യൻ. പൂര. പൂര എന്ന് പറഞ്ഞാൽ എന്താണ്? ഫിനിഷ് ചെയ്യുക അല്ലെ. അതായത് ഒരു എന്തെങ്കിലും ഒരു കാര്യം നമ്മളത് പൂർത്തിയാക്കുക, ഫിനിഷ് ചെയ്യും. അപ്പൊ ആദ്യത്തെ ഓപ്പോസിറ്റ് എന്തായിരിക്കും? പൂർത്തിയാക്കാത്തത്, ഇനിയും ബാക്കി ഉണ്ടായിരിക്കും എന്തെങ്കിലും ചെയ്യാനായിട്ട് അല്ലെ. ആൻസർ എന്താണ്? ഖാലി. ഖാലി എഴുതിയോ? നെക്സ്റ്റ് ഫോർത്ത് വൺ. കല്യാൺ. അതായത് കല്യാൺ എന്ന് പറഞ്ഞാൽ ക്ഷേമം അല്ല, ഒരാളുടെ സുഖവിവരം അല്ലെങ്കിൽ സുഖമാണ് അങ്ങനെയുള്ള കാര്യം. അപ്പോ അവർക്ക് സുഖമാണ് എന്നുള്ളതിന്റെ ഓപ്പോസിറ്റ് എന്തായിരിക്കും? സുഖമില്ലാത്ത, ഒരുപാട് കഷ്ടത അനുഭവിക്കുന്ന അല്ലെങ്കിൽ നാശം സംഭവിക്കുന്ന അല്ലെ. അപ്പോ കല്യാൺ എന്ന് പറഞ്ഞാൽ അതിന്റെ ഓപ്പോസിറ്റ് നാശ്. നാശ്. Then next fifth question. സ്വാതന്ത്ര്യത എന്നുള്ളതിന്റെ ഓപ്പോസിറ്റ് വേർഡ് എന്താണ്? സ്വാതന്ത്ര്യം എന്നുള്ളതിന്റെ ഓപ്പോസിറ്റ് സ്വാതന്ത്ര്യം ഇല്ലായ്മ അല്ലെ, അസ്വാതന്ത്ര്യം അല്ലെ. അപ്പോ സ്വാതന്ത്ര്യം എന്നുള്ളതിന്റെ ഓപ്പോസിറ്റ് അസ്വാതന്ത്ര്യം. സ്വാതന്ത്ര്യം. സ്വാതന്ത്ര്യം. അസ്വാതന്ത്ര്യം. സ്വാതന്ത്ര്യത ഓപ്പോസിറ്റ് അസ്വാതന്ത്ര്യത. എഴുതിയോ? നെക്സ്റ്റ് നോക്കിക്കേ. ഇനി എന്താ നോക്കിയേ? അപ്പൊ ഉൾട്ടേ വാല ശബ്ദം നമ്മൾ എഴുതി. ഇനി പറഞ്ഞത് വാക്യമേ പ്രയോഗ കീജിയെ. അവിടെ നിങ്ങൾക്ക് 4 ഹിന്ദി വേർഡ്സ് തന്നിട്ടുണ്ട്. ആ വേർഡ്സിനെ വാക്യത്തിൽ പ്രയോഗിക്കുക. നമ്മൾ മലയാളത്തിൽ പറയത്തില്ലേ സെന്റൻസ് അല്ലെ, സെന്റൻസ് മേക്കിംഗ് അല്ലെ. നമ്മൾ ഒരു ഇംഗ്ലീഷിലാണെങ്കിൽ മലയാളത്തിലൊക്കെ പറയല്ലേ സെന്റൻസ് മേക്കിംഗ് അല്ലെ. റൈറ്റ് ഇൻ യുവർ ഓൺ സെന്റൻസ്. നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഒരു സെന്റൻസ് അവിടെ എഴുതാൻ പറ്റുമെന്നാണ് ചോദിക്കുന്നത്. അപ്പൊ ടീച്ചർ എന്തായാലും പറയാം, കേട്ടോ, നിങ്ങളത് പഠിക്കുക. ഫസ്റ്റ് പറഞ്ഞിരിക്കുന്നത് ഗായ് അല്ലെ. ഗായ് എന്ന് പറഞ്ഞാൽ എന്താണ്? കൗ അല്ലെ, പശു. നോക്കിക്കേ, ഗായ് ഹമേ ദൂത് ദേത്താ ഹേ അല്ലെ. പശു നമുക്ക് എന്ത് തരുന്നു? പാല് തരുന്നു അല്ലെ. നമുക്ക് പാല് തരുന്ന മൃഗം അല്ലെങ്കിൽ നമ്മൾക്ക് നമ്മുടെ വീട്ടില് പാല് തരുന്ന ഒരു മൃഗം ഏതാണെന്ന് ചോദിക്കുമ്പോൾ ഫസ്റ്റ്
ഫസ്റ്റ് നമ്മൾ പറയുന്നത് പശു തന്നെയാണ് അല്ലേ. അപ്പോ ഗായ് എന്ന് പറഞ്ഞാൽ ഗായ് ഹമേ ദൂത് ദേത്താ ഹി, പശു നമുക്ക് പാൽ തരുന്നു. ഓക്കേ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ സമ്രാട്ട്. സമ്രാട്ട് എന്ന് പറഞ്ഞാൽ റൂളർ അല്ലേ, ഭരണാധികാരി അല്ലേ. അപ്പൊ എന്താണ് അവിടെ ആൻസർ നോക്കിയേ. സമ്രാട്ട് അശോക് ബഹുത് മഹാൻ ഇൻസാൻ थे അല്ലേ. അശോക ചക്രവർത്തി ഒരു മഹാനായിട്ടുള്ളൊരു ഭരണാധികാരിയായിരുന്നു. അശോക ചക്രവർത്തി ഒരു മഹത്തായിട്ടുള്ള അല്ലെങ്കിൽ വളരെ പ്രജകൾക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട വളരെ മഹത്തായിട്ടുള്ള ഒരു ഭരണാധികാരിയായിരുന്നു അശോക ചക്രവർത്തി. എഴുതിയോ? The next question, हाथी. हाथी എന്ന് പറഞ്ഞാൽ എന്താണ്? elephant അല്ലേ, ആന. हाथी बहुत बलवान होता है. ആന വളരെ ബലമുള്ള ഒരു മൃഗമാണ് അല്ലേ. നമുക്കറിയാവുന്നതല്ലേ, ആന വളരെ ഒരു ബലമുള്ള ഒരു മൃഗമാണ്. അപ്പോ हाथी എന്ന് പറഞ്ഞാൽ അതിന്റെ ആൻസർ ടീച്ചർക്ക് തന്നിട്ടുള്ളത് हाथी बहुत बलवान होता है. हाथी ആന എന്ന് പറയുന്നത് വളരെ ബലമുള്ള ഒരു മൃഗമാണ്. The last fourth സിംഹ അല്ലെ, ലയൺ അല്ലെ, സിംഹം അല്ലെ. സിംഹ ജംഗൽ കാ രാജാ ഹേ അല്ലെ, കാട്ടിലെ രാജാവ് എന്നറിയപ്പെടുന്നത് ആരെയാണ്? സിംഹം അല്ലെ, ലയൺ ആണല്ലേ. അപ്പൊ കാട്ടിലെ രാജാവ് എന്നറിയപ്പെടുന്നത് ലയൺ, സിംഹം. അപ്പൊ അത് നാലെണ്ണം ഒന്നുകൂടി വായിക്കാൻ നോക്കി. ഫസ്റ്റ് ഗായ്, ഗായ് ഹമേ ദൂത് ദേത്താ ഹേ. सेकंड सम्राट, सम्राट अशोक बहुत महान इंसान है, इंसान थे. थर्ड हाथी, हाथी बहुत बलवान होता है. फोर्थ सिंह, सिंह जंगल का राजा है. The last link बदलिए, change the gender अरे gender മാറ്റാനായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. ഫസ്റ്റ് പറഞ്ഞിരിക്കുന്നത് സമ്രാട്ട്. സമ്രാട്ട് എന്ന് പറഞ്ഞാൽ ഭരണാധികാരി. അപ്പൊ അതിനെ നമ്മൾക്ക് മാറ്റുമ്പോൾ ഭരണാധികാരി എന്ന് പറയുന്ന ഒരാൾ അല്ലെ, ഒരു രാജാവ്. അപ്പം ഭരണാധികാരികൾ ഒന്നിലധികം രാജാക്കന്മാർ, രാജാക്കന്മാർ, രാജാവ്, രാജാക്കന്മാർ. അപ്പോ സമ്രാട്ട് എന്നുള്ളതിന്റെ ജെൻഡർ ഫോം എന്തായിട്ട് മാറും? സമ്രാട്ടോ, സമ്രാട്ടോ. എഴുതിയോ? സെക്കൻഡ് ക്വസ്റ്റ്യൻ ഏക് നമ്മൾ കുറെ വട്ടം റിപ്പീറ്റ് ചെയ്യുമ്പോൾ പറഞ്ഞിട്ടുള്ള കാര്യമാണ് അല്ലെ. റിപ്പീറ്റ് ചെയ്ത് നമ്മൾ ഒരുപാട് ചാപ്റ്റേഴ്സ് റിപ്പീറ്റ് ചെയ്ത് ഇങ്ങനെ പഠിച്ചു വന്ന കാര്യമാണ്. അപ്പൊ ഏക് എന്ന് പറഞ്ഞാൽ ഒന്ന്, ജെൻഡർ ഫോം ആകുമ്പോൾ ഒന്നെന്ന് പറഞ്ഞാൽ ഒന്നിലധികം അല്ലെ. അപ്പൊ അനേക്, അനേക്. ദെൻ തേർഡ് പറയുന്നത് മൂർത്തി. മൂർത്തി എന്ന് പറഞ്ഞാൽ വിഗ്രഹം അല്ലെ. അപ്പൊ മൂർത്തി എന്ന് പറഞ്ഞാൽ വിഗ്രഹങ്ങൾ, മൂർത്തിയാം, മൂർത്തിയാം, മൂർത്തി, മൂർത്തിയാം. Then fourth സിംഹ അല്ലെ. സിംഹ എന്ന് പറഞ്ഞാൽ സിംഹം, ലയൺ അല്ലെ. അപ്പോൾ ലയൺ ഒന്നിലധികം ആകുമ്പോൾ ലയൺസ് അല്ലെ, സിംഹങ്ങൾ അല്ലെ. അപ്പോൾ സിംഹ എന്നത് സിംഹോ അല്ലെ, സിംഹങ്ങൾ. അടുത്തത് ഘോഡ. ഘോഡ എന്ന് പറഞ്ഞാൽ കുതിര അല്ലെ. കുതിര എന്ന് പറഞ്ഞാൽ കുതിരകൾ. അപ്പോൾ ഘോഡ, ഘോഡോ. ഓക്കെ. ഇത്രയായപ്പോ നമ്മുടെ ആ ചാപ്റ്റർ അവിടെ കഴിഞ്ഞു അല്ലെ. നമ്മള് ഇപ്പോ പരീക്ഷ കഴിഞ്ഞിട്ട് പഠിച്ച നമ്മുടെ നാലാമത്തെ ചാപ്റ്റർ ഹമാര രാഷ്ട്ര ചിഹ്നം, നമ്മുടെ ആ രാഷ്ട്രം, നമ്മുടെ ദേശത്തെ ചിഹ്നം അല്ലെ. അപ്പൊ അതിനെ പറ്റിയിട്ടുള്ള കാര്യം കുറേശ്ശെ നമ്മൾ പഠിച്ചു. അപ്പൊ ഇന്നത്തെ ക്ലാസ് നമ്മൾ മീനിങ്സ് പഠിച്ചു, ക്വസ്റ്റ്യൻ ആൻസേഴ്സ് പഠിച്ചു, ഫില്ലപ്പ് അല്ലെ, പിന്നെ ഉൾട്ടേ വാല ശബ്ദ വിപരീത പദ ഓപ്പോസിറ്റ് വേർഡ്സ് പഠിച്ചു, പിന്നെ ജെൻഡർ ഫോം അല്ലെ, ലിങ്ക് ബദലിയെ അല്ലെ. പിന്നെ എന്ത് പഠിച്ചു? വാക്യമേ പ്രയോഗിച്ച്, വാക്യത്തിൽ പ്രയോഗിക്കാനുള്ള കാര്യങ്ങൾ പഠിച്ചു. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ എഴുതിയെടുത്തു. ഇനി നിങ്ങൾ എന്ത് ചെയ്യുക? സ്വന്തമായിട്ട് പഠിക്കുക. സ്വന്തമായിട്ട് പഠിക്കുക എന്ന് പറഞ്ഞാൽ കോപ്പർ റൈറ്റിംഗ് ബുക്കിൽ കമ്പൽസറി നിങ്ങൾ എഴുതി പഠിക്കുക കേട്ടോ. പെട്ടെന്ന് ഒരു ദിവസം ചിലപ്പോൾ നിങ്ങളുടെ കോപ്പർ റൈറ്റിംഗ് ബുക്കൊക്കെ ഇവിടെ കൊണ്ട് സബ്മിറ്റ് ചെയ്യാൻ പറയും. ആ സമയത്ത് ഈ എഴുതി പഠിക്കാൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങളുടെ കോപ്പർ റൈറ്റിംഗ് ബുക്കിൽ ഉണ്ടായിരിക്കണം. അല്ലെങ്കിൽ ഇപ്പോൾ 5 വട്ടം എഴുതാൻ പറയുന്ന കാര്യങ്ങൾ ഒരു കോപ്പർ റൈറ്റിംഗ് ബുക്കിൽ ഒരു കാര്യം ഫുൾ എഴുതാൻ പറയും. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ സ്വന്തമായിട്ട് ഇപ്പം തന്നെ എഴുതി പഠിച്ചോളൂ. സ്പെല്ലിംഗ് മിസ്റ്റേക്ക് മാക്സിമം വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ കാര്യങ്ങൾ പറയുന്നത്. ഓക്കെ. അപ്പോ നന്നായിട്ട് ഇന്ന് പഠിച്ച കാര്യങ്ങളെല്ലാം വീട്ടിൽ എഴുതി തന്നെ പഠിക്കുക. ചോദിക്കുമ്പോൾ എല്ലാത്തിന്റെയും ഉത്തരം നന്നായിട്ട് പറയുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ടീച്ചറിനോട് വിളിച്ച് ചോദിക്കാം. ഓക്കെ, താങ്ക് യു. ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. ടീച്ചർ നൽകുന്നത് കമ്പ്യൂട്ടറിന്റെ ക്ലാസ് ആണ്. ഇപ്പം നമ്മളിപ്പോൾ കണ്ടിന്യൂ ചെയ്യുന്നത് രണ്ടാമത്തെ ചാപ്റ്ററിൽ നമുക്ക്, അതായത് നെക്സ്റ്റ്
നമുക്ക് പഠിക്കാനായിട്ടുള്ള പോർഷൻ എന്ന് പറയുന്നത് നമുക്ക്, അതായത് നമുക്ക് ക്വസ്റ്റ്യൻ ആൻസറുമായിട്ട് ബേസ് ചെയ്തൊരു പോർഷൻ എന്ന് പറയുന്നത് എന്താണ് ക്ലിപ്പ് ബോർഡ് എന്നതിനെ കുറിച്ചാണ് നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ക്ലിപ്പ് ബോർഡ് എന്ന് പറയുന്ന പോർഷൻ കൂടെ ആകുമ്പോഴത്തേക്ക് നമുക്ക് ഈ രണ്ടാമത്തെ ചാപ്റ്റർ കംപ്ലീറ്റ് ആകും കേട്ടോ. നമുക്ക് അതായത് നമുക്ക് എക്സാം പോർഷനുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ക്ലിപ്പ് ബോർഡ് കൂടെ ഉള്ളൂ നമുക്ക് ഇമ്പോർട്ടൻ്റ് എന്ന് പറയാനായിട്ട് കേട്ടോ. അപ്പോൾ ആ ഒരു പോർഷൻ കൂടെ എടുക്കുമ്പോഴത്തേക്ക് നമുക്ക് എന്താകും, ആ രണ്ടാമത്തെ ചാപ്റ്റർ നമുക്ക് ക്ലോസ് ആകും. നമുക്ക് നെക്സ്റ്റ് ക്ലാസ് മുതൽ മൂന്നാമത്തെ ചാപ്റ്റർ നമ്മൾ സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ എന്താണ് ക്ലിപ്പ് ബോർഡ് എന്നാണ് പറയാനായിട്ട് പോകുന്നത്. അപ്പോൾ ഓൾ ഓഫ് യു ടേക്ക് പേജ് നമ്പർ 25. എല്ലാവരും പേജ് നമ്പർ 25 എടുത്തോ. അപ്പോൾ എന്താണ് ക്ലിപ്പ് ബോർഡ് എന്നാണ് പറയാനായിട്ട് പോകുന്നത്. അപ്പോൾ എല്ലാവരും ആ ഫസ്റ്റ് പാരഗ്രാഫ് ചിലപ്പോൾ ഒന്ന് റീഡ് ചെയ്യാം. അപ്പോൾ എല്ലാവരും ടെക്സ്റ്റിൽ ശ്രദ്ധിച്ചിരിക്കുക കേട്ടോ. അതായത് the clipboard is used to store text and graphics that are copied or cut from anywhere, and it lets to paste the stored items into any other MS Office files. The clipboard is a short-term storage space. അതായത് നമുക്ക് എന്താണ്, ഇപ്പൊ നമ്മളൊരു ടെക്സ്റ്റ് അല്ലേ, ആ ടെക്സ്റ്റ് നമുക്കിപ്പോൾ എന്തെങ്കിലും ഒരു കാര്യങ്ങൾ നമുക്ക് കട്ട് ചെയ്യണം അല്ലേ, അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അതൊന്ന് പേസ്റ്റ് ചെയ്യണം അല്ലേ, കട്ട് ചെയ്യുകയും പേസ്റ്റ് ചെയ്യുകയും ചെയ്യുമല്ലോ. നമ്മളിപ്പോൾ ഒരു കാര്യം എന്ത് ചെയ്യണം, അതൊന്ന് മാറ്റി അത് സ്ഥാപിക്കുക അല്ലേ, അതിനാണ് എന്താ കട്ട് ചെയ്ത് പേസ്റ്റ് ചെയ്യുക എന്ന് പറയുന്നത്. അതായത് പകർത്തുകയോ അല്ലെങ്കിൽ എന്താ മുറിക്കുകയോ ചെയ്യുന്ന അല്ലേ, കട്ട് ചെയ്യുക, അത് അവിടുന്ന് മാറ്റുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ചെയ്യുന്നതിനായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ചെയ്യാനായിട്ട് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നു, ചെയ്യുന്ന ടെക്സ്റ്റുകളും ഗ്രാഫിക്സുകളൊക്കെ നമ്മൾ സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് അല്ലേ. നമ്മളിപ്പോൾ എന്തെങ്കിലും ഒരു കാര്യങ്ങൾ കട്ട് ചെയ്യുകയോ അല്ലെങ്കിൽ അത് പേസ്റ്റ് ചെയ്യുകയോ ചെയ്യുന്ന സൂക്ഷിക്കാനായിട്ട് അല്ലേ, അത് ആ ഗ്രാഫുകൾ നമ്മൾ സൂക്ഷിക്കാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നതാണ് എന്താ പറയുന്നത്, ഈ ക്ലിപ്പ് ബോർഡ് എന്ന് പറയുന്നത്. അതായത് എവിടെ നിന്ന് നമ്മൾ പകർത്തിയോ മുറിക്കുകയോ ചെയ്യുന്ന ടെക്സ്റ്റുകളും ഗ്രാഫിക്സുകളും സൂക്ഷിക്കാനായിട്ട് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നു, ക്ലിപ്പ് ബോർഡ് ഉപയോഗിക്കുന്നു. അപ്പം നമുക്കൊരു ടെക്സ്റ്റ് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലേ, അപ്പോൾ അതിന് നമുക്ക് എന്തെങ്കിലും ഒരു ഭാഗം നമുക്ക് അവിടെ നിന്ന് മാറ്റി വേറൊരു സ്ഥലത്തേക്ക് സ്ഥാപിക്കണം. അപ്പം നമ്മൾ അങ്ങനെ കട്ട് ചെയ്ത് പേസ്റ്റ് ചെയ്യുന്ന അത് നമുക്ക് എവിടെ ആയിരിക്കും വന്ന് കിടക്കുന്നത്, ചെയ്യുന്ന ഗ്രാഫിക്സുകളാകാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഇമേജുകളാകാം, അല്ലെങ്കിൽ എന്തെങ്കിലും നമ്മൾ എഴുതിയ എന്തെങ്കിലും മറ്റു വേർഡുകളാകാം, അതൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, അത് നമുക്ക് മാറ്റി സ്ഥാപിക്കുമ്പോൾ അത് എവിടെയാണ് വന്ന് കിടക്കുന്നത്, അത് ക്ലിപ്പ് ബോർഡിലായിരിക്കും വന്ന് കിടക്കുന്നത് അല്ലേ. നോക്കി, കൂടാതെ സംഭരിച്ച ഇനങ്ങൾ അല്ലേ, അതായത് നമ്മൾ ഈ ചെയ്ത ഇനങ്ങൾ എന്ത് ചെയ്യും, മറ്റേതെങ്കിലും MS ഓഫീസ് ഫയൽ ഒട്ടിക്കാനായിട്ട് നമ്മളെ അനുവദിക്കുന്നു. അപ്പൊ നമുക്കിത് വേറെ എന്തെങ്കിലും യൂസ് ചെയ്യണം, MS ഓഫീസിൽ ഇത് യൂസ് ചെയ്യാനായിട്ട് നമ്മൾ ഈ ക്ലിപ്പ് ബോർഡ് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നു. അടുത്തൊക്കെ ക്ലിപ്പ് ബോർഡ് എന്ന് പറയുന്നത് ഒരു ഷോർട്ട് ടൈം സ്റ്റോറേജ് സ്പേസ് ആണ്. ക്ലിപ്പ് ബോർഡ് എന്ന് പറയുന്നത് ഇത് ഒരു ഷോർട്ട് ആയിട്ടുള്ളൊരു എന്താണ് സ്റ്റോറേജ് സ്പേസ് ആണെന്ന് പറയുന്നത് കേട്ടോ. അല്ലാതെ അത് ഒരുപാട് കാര്യങ്ങളൊന്നും അതിനകത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഫില്ല് ചെയ്യാനായിട്ട് പറ്റുകയില്ല. നമ്മൾ ജസ്റ്റ് അതൊന്ന് എന്തെങ്കിലും കാര്യങ്ങൾ നമ്മൾ കട്ട് ചെയ്യുകയോ പേസ്റ്റ് ചെയ്യുകയോ ചെയ്യുന്ന കാര്യങ്ങൾ നമ്മളിവിടെ വന്ന് കിടക്കുന്നു, ഈ ക്ലിപ്പ് ബോർഡിൽ വന്ന് കിടക്കുന്നു. അത് നമുക്ക് എന്താണ് MS ഓഫീസിലൊക്കെ അത് നമുക്ക് എന്തെങ്കിലും ആവശ്യം നമുക്കത് ഉപയോഗിക്കാനായിട്ട് സാധിക്കും അല്ലേ. അതുപോലെ എന്താണ് പറഞ്ഞത് നോക്കിയേ, ക്ലിപ്പ് ബോർഡ് ഈസ് എ ഷോർട്ട് ടൈം സ്റ്റോറേജ് സ്പേസ് അല്ലേ. ക്ലിപ്പ് ബോർഡ് എന്ന് പറയുന്നൊരു ഷോർട്ട് ടൈം സ്റ്റോറേജ് സ്പേസ് ആണ്. പിന്നെ ക്ലിപ്പ് ബോർഡ് ടൂൾസ് ഇൻക്ലൂഡഡ് അല്ലേ. ക്ലിപ്പ് ബോർഡ് എന്ന് പറയുമ്പോൾ അതിനകത്ത് എന്തൊക്കെ ടൂൾസ് ഉൾപ്പെടുന്നു നോക്കിയാൽ, അതായത് ക്ലിപ്പ് ബോർഡിന്റെ ഒരു ടൂൾസ് ഇവിടെ കൊടുത്തിട്ടുണ്ട് കണ്ടോ. ഇവിടെ നമുക്ക് ക്ലിപ്പ് ബോർഡിന്റെ ടൂൾസ് കൊടുത്തിട്ടുണ്ട്. അതായത് അവിടെ കട്ടുണ്ട്, കോപ്പി, പേസ്റ്റ് അല്ലേ. എന്തൊക്കെ കാര്യങ്ങളാണ് അതിൽ ഉൾപ്പെട്ടിരിക്കുന്നത്, കട്ട്, കോപ്പി, പേസ്റ്റ്. അപ്പൊ ക്ലിപ്പ് ബോർഡിൽ എന്തൊക്കെ ടൂൾസ് ആണ് ഉള്ളത്, നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ക്ലിപ്പ് ബോർഡ് വഴി നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും, കട്ട് ചെയ്യാൻ പറ്റും അല്ലേ, പേസ്റ്റ് ചെയ്യാൻ പറ്റും. പിന്നെ എന്താണ് അത് കട്ട് ചെയ്ത് കോപ്പി ചെയ്യാനും പേസ്റ്റ് ചെയ്യാനും നമ്മളെ എന്ത് ഹെൽപ്പ് ചെയ്യുന്നു, നമ്മുടെ ഈ ക്ലിപ്പ് ബോർഡ് നമ്മളെ ഹെൽപ്പ് ചെയ്യും. അപ്പൊ എന്താണ് ക്ലിപ്പ് ബോർഡ് എന്ന് വെച്ചാൽ, നമുക്കിപ്പോൾ എന്തെങ്കിലും ടെക്സ്റ്റ് നമ്മൾ ഗ്രാഫിക്സ് നമ്മൾ ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്താണ് അത് നമുക്ക് കട്ട് ചെയ്യുക, അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യുക പേസ്റ്റ് ചെയ്യുകയൊക്കെ ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, ചെയ്യുന്ന കാര്യങ്ങൾ എവിടെ വന്ന് കിടക്കും, നമ്മൾ ക്ലിപ്പ് ബോർഡിൽ വന്ന് കിടക്കും. അത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, MS ഓഫീസിൽ അത് ഉപയോഗിക്കാനായിട്ട് നമുക്കത് സാധിക്കും. അതുപോലെ ഈ ക്ലിപ്പ് ബോർഡിലെ ടൂൾസ് എന്ന് പറയുന്നത് എന്തൊക്കെയാണ്, കട്ട്, കോപ്പി, പേസ്റ്റ്, ഇതൊക്കെയാണ് അതിന്റെ ടൂൾസ് എന്ന് പറയുന്നത്. അതാണ് ക്ലിപ്പ് ബോർഡിനകത്ത് നമ്മൾ പ്രധാനമായിട്ട് ഉപയോഗിക്കുന്ന ടൂൾസുകൾ എന്ന് പറയുന്നത്. ഒന്ന് കട്ട് ചെയ്ത് പേസ്റ്റ് ചെയ്യാനും ഒക്കെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ക്ലിപ്പ് ബോർഡ് ഉപയോഗിക്കുന്നത്. നെക്സ്റ്റ് നമ്മൾ പറയാനായിട്ട് പോകുന്നത് കട്ട് ആൻഡ് പേസ്റ്റ് ടെക്സ്റ്റ്. നമ്മളുടെ ടെക്സ്റ്റ് എങ്ങനെയാണ് കട്ട് ചെയ്യുന്നത്, കട്ട് ചെയ്ത അത് എങ്ങനെയാണ് പേസ്റ്റ് ചെയ്യുന്നത് ഇല്ലേ. ഇപ്പം നമ്മളൊരു കാര്യം നമ്മൾ കട്ട് ചെയ്ത് മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റുകയാണ് ഇല്ലേ. അപ്പൊ ടെക്സ്റ്റിൽ നമ്മളൊരു സാധനം നമ്മൾ സെലക്ട് ചെയ്ത് എന്ത് ചെയ്യും, അത് കട്ട് ചെയ്ത് മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റാനായിട്ട് നമ്മൾ ഏതൊക്കെ സ്റ്റെപ്പ് വഴി നമുക്കത് ചെയ്യാനായിട്ട് സാധിക്കും എന്നാണ് നമ്മൾ പറയുന്നത്. ഓക്കെ,
This feature is used to remove the text or image from one document or locations and place it on the clipboard. The removed text or image from the clipboard can be pasted to another or same document whenever needed. This feature is used to remove the text images from the document or locations and place on it. The clipboard. അതായത് നമുക്ക് എന്താണ് നമുക്കിപ്പോൾ ആ ഒരു റിമൂവ് ചെയ്യേണ്ട ഭാഗം റിമൂവ് ചെയ്യേണ്ടത് എന്താണ് അത് ക്ലിപ്പ് ബോർഡിൽ നമ്മൾ എന്ത് ചെയ്യണം അത് വന്ന് കിടക്കും നമുക്ക് എന്താണോ അത് റിമൂവ് ചെയ്യേണ്ടത് അത് ഇവിടെ വന്ന് കിടക്കും ക്ലിപ്പ് ബോർഡിൽ വന്ന് കിടക്കും ദ ഫ്യൂച്ചർ ഈസ് യൂസ്ഡ് ടു റിമൂവ് ദ ടെക്സ്റ്റ് ഓർ ഇമേജ് ഫ്രം ദ ഡോക്യുമെന്റ് ഓർ ലൊക്കേഷൻ എവിടെ വന്ന് കിടക്കുന്നു അത് നമുക്ക് ക്ലിപ്പ് ബോർഡിൽ നമുക്ക് അത് കാണാനായിട്ട് സാധിക്കും ദ റിമൂവ്ഡ് ടെക്സ്റ്റ് ഓർ ഇമേജ് ഫ്രം ദ ക്ലിപ്പ് ബോർഡ് ക്യാൻ ബി പേസ്റ്റഡ് ടു അനദർ ഓർ സെയിം ഡോക്യുമെന്റ് വെനെവർ നീഡഡ് അത് നമുക്ക് എപ്പോഴാണോ അത് ആവശ്യമുള്ളത് ആവശ്യമുള്ളത് നമുക്ക് എന്ത് ചെയ്യാം ക്ലിപ്പ് ബോർഡിൽ നിന്നത് നമുക്കത് യൂസ് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കും അത് ഡോക്യുമെന്റിലേക്ക് നമുക്ക് യൂസ് ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ എന്താണ് നമുക്ക് വേറെ എവിടെയെങ്കിലും നമുക്കത് യൂസ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും അതൊക്കെ നമുക്ക് സേഫ് ആയിട്ട് അവിടെ കാണാം ക്ലിപ്പ് ബോർഡിൽ നമുക്കത് കാണാനായിട്ട് സാധിക്കും അത് സ്റ്റോറേജ് സ്പേസ് എന്ന് പറയുന്നത് വളരെ ഷോർട്ടാണ് കേട്ടോ അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിക്കും അത് ക്ലിപ്പ് ബോർഡിൽ നമുക്കത് കാണാനായിട്ട് സാധിക്കും അടുത്ത നോക്കിയും സ്റ്റെപ്പ് ടു യൂസ് കട്ട് ആൻഡ് പേസ്റ്റ് ഓപ്ഷൻ നമ്മൾ ഈ ക്ലിപ്പ് ബോർഡിൽ എങ്ങനെയാണ് കട്ട് ചെയ്യുക പേസ്റ്റ് ചെയ്യുക എന്നാണ് നമ്മൾ പറയാനായിട്ട് പോകുന്നത് അതായത് നോക്കി ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഓപ്പൺ ദ ഡോക്യുമെന്റ് ടു വർക്ക് വിത്ത് ആൻഡ് സെലക്ട് ദ കണ്ടന്റ് that need to be removed അതായത് നീക്കം ചെയ്യേണ്ട നമുക്ക് കട്ട് ചെയ്യേണ്ട ഭാഗം ആദ്യം എന്ത് ചെയ്യണം നമ്മളത് തിരഞ്ഞെടുക്കണം അത് സെലക്ട് ചെയ്യും നമുക്ക് ഏത് കണ്ടന്റ് ആണോ നമുക്കത് ഡിലീറ്റ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ കട്ട് ചെയ്യേണ്ടത് അത് നമ്മൾ ആദ്യം ഫസ്റ്റ് ഓഫ് ഓൾ എന്ത് ചെയ്യണം അത് സെലക്ട് ചെയ്യണം പിന്നെ നോക്കി ടു കട്ട് ദ ഡോക്യുമെന്റ് click cut options from the clipboard group or press the keys of control key plus x അതായത് നമുക്ക് ഒന്നിലധികം നമുക്ക് കട്ട് ചെയ്യാനായിട്ട് നമുക്ക് എന്ത് ചെയ്യാം കട്ട് എന്ന് പറയുന്ന ഓപ്ഷൻ നമുക്ക് യൂസ് ചെയ്യാം പിന്നെ ഷോർട്ട് കട്ട് കീസ് നമ്മൾ പഠിച്ചു ആ വഴി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അത് കട്ട് ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ ഏത് കീ ഉപയോഗിച്ചാണ് കട്ട് ചെയ്യുന്നത് അതായത് കൺട്രോൾ കീ പ്ലസ് എക്സ് എന്ന് പറഞ്ഞ ഷോർട്ട് കട്ട് കീ ഉണ്ടല്ലോ അതുവഴി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അത് കട്ട് ചെയ്യാനായിട്ട് സാധിക്കും The content will be deleted from the document. അപ്പോൾ എന്ത് ചെയ്യും ഉള്ളടക്കം നമുക്ക് എന്ത് ചെയ്യും അത് അവിടുന്ന് ഇല്ലാതാക്കും അപ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു കാര്യം നമുക്ക് കട്ട് ചെയ്യണം എന്ത് ചെയ്യുക അത് ആദ്യം നമ്മൾ സെലക്ട് ചെയ്യുക തിരഞ്ഞെടുക്കുക അതിൽ ഏതാണോ നമുക്ക് കട്ട് ചെയ്യേണ്ടത് നമ്മൾ തിരഞ്ഞെടുക്കുക എന്നിട്ട് എന്ത് ചെയ്യുക കട്ട് എന്നുള്ള ഓപ്ഷൻ കൊടുക്കുക അല്ലെങ്കിൽ എന്ത് ചെയ്യാം നമുക്ക് ഷോർട്ട് കട്ട് കീസ് യൂസ് ചെയ്യാം ഏത് കീയാണ് ഷോർട്ട് കട്ട് കീസിലെ കൺട്രോൾ കീ പ്ലസ് എക്സ് എന്ന് പറയുന്ന കീ നമുക്ക് യൂസ് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യും അത് റിമൂവ് ചെയ്യാനായിട്ട് സാധിക്കും Next click the small arrows beside the clipboard tab in the lower right corner അപ്പോൾ അതായത് നമുക്ക് ആ ക്ലിപ്ബോർഡിന്റെ ആ റൈറ്റ് കോർണറിലായിട്ട് ഒരു ആരോ നമുക്ക് ആ സമയത്ത് എന്ത് ചെയ്യും കാണാനായിട്ട് സാധിക്കും ഒരു ആരോ പോലെ നമുക്കത് റൈറ്റ് സൈഡിലായിട്ട് ഒരു ആരോ കാണാനായിട്ട് സാധിക്കും നെക്സ്റ്റ് in the clipboard all the contents which are cut previously will be shown with the two options namely അപ്പോൾ നമ്മൾ അങ്ങനെ ചെയ്യുന്ന സമയത്ത് നമുക്ക് രണ്ട് ഓപ്ഷൻ അവിടെ കാണാനായിട്ട് സാധിക്കും എന്തൊക്കെയാണ് അതായത് പേസ്റ്റ് ഓൾ എന്നും അതായത് ക്ലിയർ ഓൾ എന്നും നമുക്ക് അവിടെ ഒരു പിക്ചർ കൊടുത്തിട്ടുണ്ട് ആ സമയത്ത് നമുക്ക് പേസ്റ്റ് ഓൾ എന്നും ക്ലിയർ ഓൾ എന്നും രണ്ട് ഓപ്ഷൻ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും അപ്പോൾ നോക്കിയേ when you place the mouse pointer over the content in the clipboard a drop down menu appears with the two options namely paste and delete അങ്ങനെ നമ്മൾ ആ സമയത്ത് നമ്മുടെ മൗസ് എന്ത് ചെയ്യുക അവിടെ വെക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും രണ്ട് ഓപ്ഷൻ കാണിക്കും എന്താണ് പേസ്റ്റ് എന്നും ഡിലീറ്റ് എന്നും നമുക്ക് രണ്ട് ഓപ്ഷൻ അവിടെ കാണാനായിട്ട് സാധിക്കും അതായത് ക്ലിപ്ബോർഡിൽ പേസ്റ്റ് ഓൾ എന്നും ക്ലിയർ ഓൾ എന്നും രണ്ട് ഓപ്ഷൻ കാണിക്കും അവിടെ നമ്മൾ കഴ്സർ കൊണ്ട് വെക്കുമ്പോൾ എന്ത് ചെയ്യും അവിടെ വീണ്ടും നമുക്ക് രണ്ട് ഓപ്ഷൻ കാണാനായിട്ട് സാധിക്കും എന്നാൽ പേസ്റ്റ് എന്നും ഡിലീറ്റ് എന്നും നമുക്ക് രണ്ട് ഓപ്ഷൻ അവിടെ കാണാനായിട്ട് സാധിക്കും എന്നിട്ട് നോക്കി അടുത്ത സ്റ്റെപ്പ് നോക്കി place the cursor to the locations where the content should be pasted ഒട്ടിക്കേണ്ട സ്ഥലത്ത് എന്ത് ചെയ്യുക അത് നമുക്ക് എവിടാണോ അത് പേസ്റ്റ് ചെയ്യേണ്ടത് അവിടേക്ക് നമ്മളത് ഒട്ടിക്കേണ്ട സ്ഥലത്തേക്ക് കഴ്സർ എന്ത് ചെയ്യുക കഴ്സർ അവിടെ സ്ഥാപിക്കും നമ്മൾ കട്ട് ചെയ്ത അത് നമുക്ക് എവിടാണോ അത് നമുക്ക് പേസ്റ്റ് ചെയ്യേണ്ടത് അവിടെ എന്ത് ചെയ്യുക അവിടെ കൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക കഴ്സർ കൊണ്ടുവെക്കുക അടുത്തേക്ക് the locations can be either within the
കറന്റ് വർക്കിംഗ് ഡോക്യുമെന്റ് ഓർ എനി അതർ MS ഓഫീസ് ഫയൽ. അതായത് നിലവിലുള്ള ഡോക്യുമെന്റിലോ അല്ലെങ്കിൽ എന്താണ് നമുക്ക് MS ഓഫീസിലോ അത് നമുക്ക് കാണാനായിട്ട് അത് സാധിക്കും അല്ലേ. അതായത് നമ്മൾ ചെയ്തിട്ടുള്ള ആ നമ്മൾ എന്താണ് കട്ട് ചെയ്ത് പേസ്റ്റ് ചെയ്തത് നമുക്ക് ഒന്നത് നിലവിലുള്ള ഡോക്യുമെന്റിൽ കാണാനായിട്ട് സാധിക്കും, അല്ലെങ്കിൽ MS ഓഫീസിൽ നമുക്കത് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. അടുത്ത ടു പേസ്റ്റ് ക്ലിക്ക് പേസ്റ്റ് ഓപ്ഷൻസ് ഫ്രം ദ ക്ലിപ്ബോർഡ് ഓർ പ്രസ് കൺട്രോൾ കീ പ്ലസ് V. അതായത് ഷോർട്ട് കട്ട് കീസിലെ അതായത് നമ്മൾ പേസ്റ്റ് ചെയ്യാനായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ക്ലിക്ക് പേസ്റ്റ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം, അല്ലെങ്കിൽ ഷോർട്ട് കട്ട് കീ വഴി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അത് പേസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും അല്ലേ. നമുക്ക് എന്താണ് പേസ്റ്റ് എന്ന് പറയുന്ന ഓപ്ഷനും ഉണ്ട്, ഡിലീറ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. പേസ്റ്റ് ചെയ്യാനാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാം, പേസ്റ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം അല്ലേ. പേസ്റ്റ് അപ്പോൾ എന്ത് ചെയ്യാം, അതിലേക്ക് സ്ഥാപിക്കാനായിട്ട് സാധിക്കും അല്ലേ. നമുക്ക് മാറ്റി വേറെ സ്ഥലത്തേക്ക് സ്ഥാപിക്കാനായിട്ട് സാധിക്കും. പിന്നെന്താണ് പറയുന്നത്, അത് നമുക്ക് ഷോർട്ട് കട്ട് കീ വഴി നമുക്കത് ചെയ്യാനായിട്ട് സാധിക്കും അല്ലേ. അപ്പോൾ എന്താണ് പേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഷോർട്ട് കട്ട് കീ ഏതാണ്, കൺട്രോൾ കീ പ്ലസ് V എന്ന് പറയുന്ന ഷോർട്ട് കട്ട് കീ നമുക്കത് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. അടുത്ത സ്റ്റെപ്പ്, ലാസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ടു ക്ലിക്ക് ഡിലീറ്റ് ഓപ്ഷൻസ് ഫ്രം ദ ക്ലിക്ക് ബോർഡ്. നമുക്കത് എന്താണ് ഡിലീറ്റ് ചെയ്യാനായിട്ട് നമുക്കത് നീക്കം ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, അതിലെന്ത് ചെയ്യുക, ഡിലീറ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ കാണാം, ആ ഡിലീറ്റ് എന്ന് പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക അല്ലേ. അപ്പൊ നമ്മൾ എങ്ങനെയാണ് ഒരു ടെക്സ്റ്റ് പേസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ പഠിച്ചത്. ആദ്യം നമ്മൾ പറഞ്ഞു ഫസ്റ്റ് അത് നമ്മൾ എന്ത് ചെയ്യുക, നമുക്ക് ക്ലിപ്പ് ബോർഡിൽ നമുക്കത് കാണാനായിട്ട് സാധിക്കും. അതായത് നമ്മൾ എന്ത് ചെയ്യുക, അത് സെലക്ട് ചെയ്ത് നമ്മൾ എന്ത് ചെയ്യുക, സെലക്ട് ചെയ്തത് നമുക്ക് എവിടെയാണോ സ്ഥാപിക്കേണ്ടത് അവിടെ കൊണ്ടുപോയി നമ്മൾ ഇത് എന്ത് ചെയ്യുക, പേസ്റ്റ് ചെയ്യണം അല്ലേ. നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ആ ഡോക്യുമെന്റിൽ തന്നെ നമുക്ക് തുടർന്ന് ചെയ്യാനായിട്ട് സാധിക്കും, അല്ലെങ്കിൽ അത് MS ഓഫീസിൽ നമുക്കത് കാണാനായിട്ട് സാധിക്കും. അപ്പൊ ആദ്യം നമ്മൾ പറഞ്ഞു ക്ലിപ്പ് ബോർഡിൽ 2 ഓപ്ഷൻ വരും. ഏതൊക്കെയാണ്, പേസ്റ്റ് ഓൾ എന്നും ക്ലിയർ ഓൾ എന്നും ഉള്ള 2 ഓപ്ഷൻ വരും. അതിന് നമ്മൾ മൗസ് പോയിന്റ് വെക്കുമ്പോൾ ഒരു ആരോ പോലെ നമുക്ക് കാണിക്കും. അതിൽ നിന്ന് 2 ഓപ്ഷൻ വരും, പേസ്റ്റ് എന്നും ഡിലീറ്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ നമുക്ക് കാണിക്കും. നമുക്ക് പേസ്റ്റ് ചെയ്യാനുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ഫസ്റ്റ് അത് ഏത് ടെക്സ്റ്റ് ആണോ അത് നമുക്ക് ചെയ്യേണ്ട ഭാഗം നമ്മളത് സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്തത് എവിടെയാണോ സ്ഥാപിക്കേണ്ടത് അവിടേക്ക് നമ്മളത് പേസ്റ്റ് ചെയ്യണം. അങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ ഒരു ടെക്സ്റ്റ് നമുക്ക് എന്തെങ്കിലും ഒരു കാര്യങ്ങൾ നമുക്കത് പകർത്താനോ അല്ലെങ്കിൽ അത് മാറ്റി സ്ഥാപിക്കാനായിട്ടോ കട്ട് ചെയ്യാനായിട്ടോ നമ്മൾ എന്ത് ഉപയോഗിക്കുന്നു, ഈ ക്ലിപ്പ് ബോർഡ് എന്ന് പറയുന്ന ഓപ്ഷൻ നമ്മൾ ക്ലിപ്പ് ബോർഡ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇപ്പൊ ക്ലിപ്പ് ബോർഡിലുള്ള ടൂൾസ് എന്ന് പറയുന്നത് നമ്മൾ എന്തിനൊക്കെ വേണ്ടിയിട്ടാണ് ക്ലിപ്പ് ബോർഡ് ഉപയോഗിക്കുന്നത്, അതായത് എന്തെങ്കിലും ഒരു കാര്യങ്ങൾ കട്ട് ചെയ്യാനായിട്ട്, കോപ്പി ചെയ്യാനായിട്ട്, പേസ്റ്റ് ചെയ്യാനായിട്ടൊക്കെയാണ് നമ്മൾ ക്ലിപ്പ് ബോർഡ് ഉപയോഗിക്കുന്നത്. ഈ ക്ലിപ്പ് ബോർഡ് എന്ന് പറയുന്നത് നമുക്ക് അത് നമ്മൾ ഡിലീറ്റ് ചെയ്ത് അല്ലെങ്കിൽ കട്ട് ചെയ്ത സാധനങ്ങൾ നമുക്ക് ഇവിടെ വന്ന് കിടക്കും, ഈ ക്ലിപ്പ് ബോർഡിൽ വന്ന് കിടക്കുമെന്ന് പറഞ്ഞു അല്ലേ. അതെന്ന് പറയുന്നത് വളരെ ഷോർട്ട് ആയിട്ടുള്ള സ്റ്റോറേജ് സ്പേസ് എന്ന് പറഞ്ഞാൽ വളരെ ചെറുതാണ് കേട്ടോ. അപ്പൊ ചെറിയ കാര്യങ്ങളൊക്കെ നമുക്കതിനകത്ത് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ വന്ന് കിടക്കാതെ നമുക്ക് എന്ത് ചെയ്യാം, മറ്റു MS ഓഫീസിലോ അല്ലെങ്കിൽ എന്തെങ്കിലും നമുക്ക് മറ്റു ഉള്ള പ്രവർത്തനങ്ങൾക്കായിട്ട് നമുക്കത് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ നമുക്ക് എന്താണ്, നമുക്ക് ഈ ഒരു 2ാമത്തെ പാഠത്തിൽ നമുക്ക് എന്താണ് ഇനി ഇമ്പോർട്ടൻസ് എന്ന് പറയാനായിട്ട് ക്ലിപ്പ് ബോർഡ് ആണുള്ളത്. അതായത് നമുക്ക് ഇനി പഠിക്കാനുള്ള ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് ഡിഫൈൻ ക്ലിപ്പ് ബോർഡ് എന്നുള്ളതാണ്. നമ്മൾ പഠിച്ച എഡിറ്റിംഗ് വരെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു. ഇനി എന്താണ് നമ്മൾ ക്ലിപ്പ് ബോർഡ് ഡിഫൈൻ ചെയ്യാനായിട്ടാണ്. അപ്പൊ അതെന്ത് ചെയ്യാം, ജസ്റ്റ് ആ ക്ലിപ്പ് ബോർഡ് എന്താണെന്നുള്ളതെന്ന് മനസ്സിലാക്കുക. അതായത് നമ്മൾ പറഞ്ഞു ദ ക്ലിപ്പ് ബോർഡ് ഈസ് യൂസ്ഡ് ടു സ്റ്റോർ ടെക്സ്റ്റ് ആൻഡ് ഗ്രാഫിക്സ് ഡാറ്റ copied or cut from anywhere and it lets to paste the stored items to any other MS Office files. അതായത് നമ്മൾ ക്ലിപ്പ് ബോർഡ്, അതായത് നമ്മൾ എന്തെങ്കിലും ഒരു ടെക്സ്റ്റിലോ ഗ്രാഫിക്സിലേ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യങ്ങൾ കട്ട് ചെയ്യുക, പേസ്റ്റ് ചെയ്യുന്ന കാര്യങ്ങൾ നമുക്ക് എവിടെ വന്ന് നടക്കുന്നു, ഈ ക്ലിപ്പ് ബോർഡിൽ അത് നമുക്ക് സംഭരിക്കാനായിട്ട് സാധിക്കും. ഇത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, തുടർന്ന് അത് MS ഓഫീസിലൊക്കെ നമുക്കത് എന്തെങ്കിലും മറ്റു കാര്യങ്ങളൊക്കെ അത് നമുക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കും അല്ലേ. പിന്നെ പറഞ്ഞു ക്ലിപ്പ് ബോർഡ് ഈസ് എ ഷോർട്ട് ടേം സ്റ്റോറേജ് സ്പേസ്. ക്ലിപ്പ് ബോർഡ് എന്ന് പറയുന്നത് ഒരു ഷോർട്ട് ടേം ആയിട്ടുള്ള സ്റ്റോറേജ് സ്പേസ് ആണ് അതിലുള്ളതെന്ന് പറഞ്ഞു. ക്ലിപ്പ് ബോർഡ് ടൂൾസ് എന്ന് പറയുന്നത് എന്തൊക്കെ ഉൾപ്പെടുന്നതാണ്, കട്ട്, പേസ്റ്റ്, കോപ്പി അല്ലേ. കട്ട്, കോപ്പി, പേസ്റ്റ് തുടങ്ങിയ ടൂൾസ് അതിൽ ഉൾപ്പെടുന്നു അല്ലേ. പിന്നെ ജസ്റ്റ് അതെന്താ അങ്ങനെയാണ് കട്ട് ചെയ്യുക, പേസ്റ്റ് ചെയ്യുക എന്നുള്ളത് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ മാത്രം മതി. അപ്പൊ ആ ഒരു ക്വസ്റ്റ്യൻസ് ടീച്ചർ ഈ വീഡിയോയുടെ കൂടെ തരും. അപ്പൊ അതുകൂടെ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് 2ാമത്തെ ചാപ്റ്റർ കംപ്ലീറ്റ് ആകും കേട്ടോ. നമുക്ക് അത് കഴിഞ്ഞിട്ട് നമുക്ക് എന്താണ് 3ാമത്തെ ചാപ്റ്റർ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോർഷൻസ് മാത്രം നമ്മൾ ഇതിൽ പഠിപ്പിക്കുന്നുള്ളൂ. ജസ്റ്റ് നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അത് ഒന്ന് ഓർത്ത് വെച്ചാൽ മാത്രം മതി. പിന്നെ ക്ലിപ്പ് ബോർഡ് എന്താണെന്നുള്ളത് നിങ്ങളൊന്ന് ഓർത്ത് നോക്കുക. അപ്പൊ ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ നമുക്ക് ഈ 2ാമത്തെ ചാപ്റ്ററിൽ പഠിക്കാനായിട്ട്. ഈ ഷോർട്ട് കട്ട് കീസ് എല്ലാവരും ഒന്ന്
നന്നായിട്ട് പഠിച്ചു നോക്കണം കേട്ടോ. ഷോർട്ട് കീസ് എന്തിനാണ് ഉപയോഗിക്കുന്നു എന്നുള്ളത് അതൊക്കെ നമുക്ക് അറിയേണ്ട കാര്യങ്ങളാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് പഠിച്ചു വെക്കുക. ഓക്കെ, താങ്ക് യു. Deep in the shadows, I know it's hard to put one foot in front of the other.